ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരണ്യകാന്ഡം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമ്മൾ അഗസ്ത്യ സ്തുതിയാണ് കഴിഞ്ഞ ദിവസം വായിച്ചു നിർത്തിയത്. അഗസ്ത്യ മഹാമുനി പഞ്ചവടിയിൽ പറഞ്ഞു വിട്ടു. അവിടെ ഗൗതമി തീരെ നല്ലൊരു ആശ്രമമൊക്കെ ചമച്ച് സീതയാ വസിക്കപ്പോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടൻ അനുജ്ഞയും നൽകി മുനി. ശുത്രൈവ തൽ സ്തോത്രം സാരം അഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്യുതം രാഘവൻ തിരുവടി. ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച് അഗസ്ത്യ പാദാംബുജം യാത്രയും അയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം. ജടായു സംഗമം. അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോട് ചൊന്നാൻ. രാക്ഷസാം പ്രവരൻ നീ കിടക്കുന്നതു മുനിഭക്ഷകൻ ഇവനെ നീ കണ്ടതില്ലയോ സഖേ. വില്ലിഞ്ഞു തന്നിടു നീ ഭീതിയുണ്ടാകുല, കൊല്ലുവൻ ഇവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ. ബദ്ധ്യനല്ലഹം തവ താതനു, ചെറുപ്പത്തിൽ എത്ര ഇഷ്ടനായ വയസ്സനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ. ഹന്തവ്യനല്ല ഭവൽ ഭക്തനാം ജടായു ഞാൻ. എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. എങ്കിൽ ഞാൻ ഇരുപ്പതിനടുത്തു വസിക്ക നീ, സങ്കടം ഇനി ഒന്നുകൊണ്ടുമേ നിനക്കില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം, കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ. പഞ്ചവടി പ്രവേശം. ജടായുനടുത്ത് പറഞ്ഞ്
ഭഗവാൻ വസിക്കുന്നിടത്ത് തന്നെ വന്ന് വസിക്കും, ഇനി നിനക്കൊരു ദോഷവും വരത്തില്ല. വധിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവധ്യനല്ല, വധിക്കപ്പെടേണ്ടവനല്ല. പിതാവ് ദശരഥ മഹാരാജന് ചെറുപ്പത്തിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട്, ദാസനാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ സന്തോഷമായി. അങ്ങനെ ശ്രീരാമൻ പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നീ വസിക്കൂ, സങ്കടം ഇനി ഒന്നും ഉണ്ടാകത്തില്ല എന്നരുൾ ചെയ്തു. ചെന്നു ബുക്കിതു പഞ്ചവടി തന്നിലാമാറു സീത. ലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണ പുഷ്പങ്ങൾ കൊണ്ട് തൽപ്പവും ഉണ്ടാക്കിനാൻ. ഉത്തമ ഗംഗാ നദിക്ക് ഉത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീ ദേവിയോടും. കദളി പന സാമ്രാജ്യാഖില ഫല വൃക്ഷാവൃത കാനനേ ജനസമ്പാദ വിനർജിതേ. അവിടെ ജനങ്ങളൊക്കെ ചുരുക്കമാണ്, കൂടുതൽ ആളുകളൊന്നുമില്ല. വിനർജിതേ ജനങ്ങൾ. നീരുജ സ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ. ശ്രീരാമൻ അയോധ്യയിൽ അതുപോലെ വാണാൻ. നല്ല സുഖമായ സ്ഥലം. അയോധ്യയിൽ എങ്ങനെ കഴിയുന്നത് അതുപോലെ തന്നെ അവർ കഴിഞ്ഞു. ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്തയ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ. ലക്ഷ്മണൻ ഉറങ്ങാതെ കാത്തിരിക്കും ബാണമൊക്കെ കൊണ്ട്. സീതയെ മധ്യയാക്കി മൂവരും പ്രാതക്കാലേ ഗൗതമി തന്നിൽ കുളിച്ച് അർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണോപദേശം. ലക്ഷ്മണൻ ഒരു ദിനം ഏകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാനിതനായി ചൊന്നാൻ. ശ്രീരാമനെ കൂപ്പി പറഞ്ഞു, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനീ. ഭക്തനാം അടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാർ അരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടി ഒഴിഞ്ഞ് ഇല്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമൻ അതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദം അരുൾ ചെയ്തിതു വഴി പോലെ. കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാം ഉപദേശം, രഹസ്യമാണ് ഉപദേശം. കേട്ടോളം തീർന്നു കൂടും വികൽപ്പ ഭ്രമമെല്ലാം തീരും കേട്ടാല്. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിടുവൻ അൻപോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാന സഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയ ആത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ. ജ്ഞേയമായുള്ള പരമാത്മാനം അറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ മായയാകുന്നതത് നിർണയം. അതിനാലേ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്ന് രണ്ട് രൂപം മായയ്ക്കെന്നറിയ സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിയ അതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും. ലിംഗാദി ബ്രഹ്മാന്തമാ അവിദ്യാരൂപമതും സംഘാതി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും. ജ്ഞാനരൂപിണിയാകും വിദ്യയായ അതും മറ്റേത് ആനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും. രണ്ട് അവിദ്യയും വിദ്യയും ഉണ്ട്. അവിദ്യ ഈ പഞ്ചഭൂതത്തിൽ അവിദ്യയാണ്, അറിവില്ലായ്മ. അതിനെ അറിഞ്ഞു വരുമ്പോൾ വിദ്യ വരും. വിദ്യ വരുമ്പോൾ ആനന്ദമുണ്ടാകും. ഈ ലോകത്തിൽ ആനന്ദം ഉണ്ടാക്കത്തില്ല, അത് അവിദ്യയാണ്. നമ്മൾ യഥാർത്ഥ ജ്ഞാനത്തെ അറിയുമ്പോൾ അതാണ് വിദ്യ. അത് വരുമ്പോൾ നമുക്ക് സന്തോഷവും ആനന്ദവും ഭഗവാനിൽ ലയവും ഉണ്ടാകും. അത് ജ്ഞാനരൂപിണിയാകും വിദ്യയായ അത് മറ്റേത് ആനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും. മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു. രജ്ജു കണ്ടെത്തിങ്കിലേ പന്നകബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതും ഒന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കിൽ സ്മരിക്കപ്പെടുന്നതും എല്ലാം സ്വപ്ന സന്നിഭം. വിചാരിക്കലില്ല ഒന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട. ജന്മസംസാര വൃക്ഷമൂലമായത് ദേഹം
തന്മൂലം പുത്ര കളത്രാദി സംബന്ധമെല്ലാം ദേഹമായത് പഞ്ചഭൂത സഞ്ചയമയം ദേഹസംബന്ധം മായാ വൈഭവം വിചാരിതേ. ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാൽ ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതോ ദേഹമൊന്നുമുണ്ടല്ലോ നാമം. ദേഹം എന്ന് പറയുന്നത് മനസ്സും ഇന്ദ്രിയങ്ങൾ 10, കർമ്മേന്ദ്രിയം 5, ജ്ഞാനേന്ദ്രിയം 5, 10, പിന്നെ അഹങ്കാരം 11, ബുദ്ധി 12, മനസ്സ് 13, ചിത്തം 14. ഇതെല്ലാം കൂടെ കൂടിയ പ്രകൃതി, അത് മൂലപ്രകൃതി എന്ന് ചെല്ലും. അതെന്താണ്? ദേഹം. ഈ ദേഹം ഇത് 14 കൂടെ കൂടിയതാണ് നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രം. എന്നിവറ്റിങ്കിൽ നിന്ന് വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ഇതിൽ ചേരാതുള്ളത് എന്താ ഉള്ളത്? ജീവൻ. അത് പരമാത്മാവ്. അത് ഈ ശരീരമല്ല, ക്ഷേത്രമല്ല. ക്ഷേത്രം എന്ന് പറയുന്നത് ദേഹങ്ങൾ ഇന്ദ്രിയങ്ങളും എല്ലാം കൂടെ ചേർന്ന് ബുദ്ധി അഹങ്കാരം മനസ്സ് ചിത്തം ഇതെല്ലാം ചേർന്നാണ് ഈ ദേഹം. ഇതിനകത്ത് ഒന്നുണ്ട്, ജീവാത്മാവ്. അത് ഇതുമായിട്ട് ചേർന്നിട്ടില്ല. അത് സ്വതന്ത്രനാണ്. അതാണ് പരമാത്മാവ്. എന്നിവറ്റിങ്കിൽ നിന്ന് വേറൊന്ന് ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ജീവാത്മാ സ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും പരമാത്മാവെന്നത് ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും. ജീവാത്മാവെന്നും പരമാത്മാവെന്ന് പറയുന്നത് ശരീരത്തിനകത്താകുമ്പോൾ നമ്മൾ ജീവാത്മാവെന്ന് പറയും. കാരണം സമുദ്രം പരമാത്മാവാണെങ്കിൽ ഒരു തുള്ളി വെള്ളമേ മാറ്റിയെടുത്താൽ നമ്മുടെ ദേഹത്തിനടുത്തേ ഉള്ളൂ, അത് അല്പം. അതുകൊണ്ടാണ് അതിനെ ജീവാത്മാവെന്ന് പറയുന്നത്. അപ്പോൾ സമുദ്രത്തിലെ വെള്ളവും നമ്മളിലിരിക്കുന്ന ഒരു തുള്ളി വെള്ളവും, ഒരു കയ്യിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ രണ്ടും വെള്ളം തന്നെയാണ്. പക്ഷേ സമുദ്രത്തിൽ നമ്മൾ വെള്ളമെന്ന് പറയത്തില്ല, സമുദ്രമെന്ന് പറയും. പക്ഷെ അത് പരമാത്മാവ് അഖണ്ഡം നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവിടെ പരമാത്മാവെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അംശമേ നമുക്ക് വേണ്ടൂ നമ്മുടെ ഓരോ ദേഹത്തിനും. അതുകൊണ്ട് അതിൻ്റെ അല്പമേ ഉള്ളതുകൊണ്ടാണ് ജീവാത്മാവെന്ന് പറയുന്നത്. രണ്ടും പര്യായമാണ്. അത് സൂര്യനെ അർക്കനെന്നും ഭാനുവെന്നും ഭാനുമാനെന്നും ഒക്കെ നമ്മൾ കിരണൻ അരുണൻ എന്നൊക്കെ പറയുന്നത് പോലെ പര്യായങ്ങളാണ് ഇതിൻ്റെ. അപ്പം ജീവാത്മാവും പരമാത്മാവും ഏകമാണ്. അതുകൊണ്ടിവിടെ ജീവാത്മാവെന്നും പരമാത്മാവെന്നത് ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേ ഇല്ല, രണ്ടും ഒന്നത്രേ നൂനം. ഒരു ഭേദവുമില്ല, രണ്ടും ഒന്നാണ്. ഭേദമുണ്ടെന്ന് പറയുന്നത് അജ്ഞന്മാരല്ലോ. ഇതിന് ഭേദമുണ്ടെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. മാനവും ഡംഭം ഹിംസ വക്തത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധിയാം അന്യുഭാവം അകലെ കളഞ്ഞ അനുദിനം ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സൽക്കർമ്മങ്ങൾക്ക് ഇളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച് ആനന്ദ സ്വരൂപനായി മാനസ വചന ദേഹങ്ങളെ അടക്കി തൻ മനസ്സേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ, അതായത് ഈ ലോക ചിന്ത സൗഖ്യങ്ങളെ ചിന്തിക്കാതെ മനസ്സും വചനം വാക്കുകളും ദേഹങ്ങളെല്ലാം അടക്കണം, ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി സത്യത്തെ സമാശ്രയിച്ച് ആനന്ദ സ്വരൂപനായിട്ട് ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ജനന ജര മരണങ്ങളെ ചിന്തിക്കണം. അല്ലാതെ ഈ ലോക വിഷയത്തെപ്പറ്റി ചിന്തിക്കാനേ പാടില്ല ഒരു യഥാർത്ഥ സന്യാസി. ഇങ്ങനെ ഈ ആനന്ദം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് ഇത്? ചോദിച്ച് എനിക്ക് ഉപദേശം തരണമെന്ന് ഈ ലക്ഷ്മണൻ അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. സത്യത്തെ സമാശ്രയിച്ച് ആനന്ദ സ്വരൂപനായി മാനസ വചന ദേഹങ്ങളെ അടക്കി തന്മാനസെ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ഈ ലോകത്തിലേക്ക് സുഖങ്ങളെയൊന്നും വേണ്ട, സൗഖ്യങ്ങളെ വേണ്ട. ജനന ജര മരണങ്ങളെ ചിന്തിച്ച് ഉള്ളിൽ അനഹങ്കാരത്വേന, അതായത് അഹങ്കാരമില്ലാതെ സമഭാവനയോടും സർവാത്മാവാകും എങ്കൽ ഉറച്ച മനസ്സോടും, അതായത് ഈശ്വരനിൽ ഉറച്ച മനസ്സോടും സർവദാ രാമരാമേത്തി ഇതി ജപത്തോടും രാമരാമേതി ജപത്തോടും പുത്രധാര അർത്ഥാദിഷു നിസ്നേഹത്വവും, നിസ്നേഹ സ്നേഹം അങ്ങനെ അമിതമായി ആരിലും അത്യാസക്തി ഇല്ലാതെ ശക്തി കൂടാതെ, അതായത് പുത്രങ്ങളും മിത്രങ്ങളും ഭാര്യയും ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ ഗൃഹങ്ങളോ ഇതിലൊക്കെ പുത്രധാര അർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്ത് ശക്തിയും ഒന്നെങ്കിലും കൂടാതെ നിരന്തരം ഒന്നിനും ശക്തിയില്ലാതെ സംഘമില്ലാതെ നിരന്തരം ഇഷ്ട അനിഷ്ടപ്രാപ്തിക്ക് തുല്യഭാവത്തോട് സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം. ഇഷ്ടം വന്നാലും അനിഷ്ടമായാലും തുല്യഭാവം തുല്യ മനസ്സോടുകൂടി ഇരിക്കണം, സമഭാവനയായിരിക്കണം.
പ്രാകൃത ജനങ്ങളുമായി വസിക്കരുത്, ഒട്ടും ഏകാന്തേ പരമാത്മജ്ഞാന തൽപരനായി. പ്രാകൃത ജനം എന്ന് വെച്ചാൽ ഈ ആത്മീയമായ അറിവൊന്നും ഇല്ലാത്ത ആളുകളുണ്ടല്ലോ, ഒരു അജ്ഞാനികൾ, അവരുമായിട്ട് സഹകരിച്ച എന്താ ഫലം? എന്തെങ്കിലും സജ്ജനങ്ങളാണോ? സജ്ജനങ്ങൾ സംസർഗം ഇതിന് പറ്റൂ. അപ്പോൾ എന്ത് വേണം? അങ്ങനെയുള്ളവരായിട്ട് പ്രാകൃത ജനങ്ങൾ, ഇങ്ങനെ ഈശ്വരഭക്തി ഇല്ലാത്തവരാണ് അവരുമായിട്ട് വസിക്കരുത്. ഒട്ടും ഏകാന്തേ പരമാത്മജ്ഞാന തൽപര. ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് വസിക്കാൻ തോന്നത്തില്ലല്ലോ. പ്രാകൃതന്മാരായിട്ട് നമുക്ക് വസിക്കാനേ കൂട്ട് കെട്ടാനും തോന്നത്തില്ല, അവരുടെ സംഭാഷണം ചെയ്യാനും തോന്നത്തില്ല. കാരണം നമ്മൾ പറയുന്നതല്ല അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നത്, ഒട്ടും ചേരത്തില്ല. പിന്നെ നമ്മൾ തന്നെ വെറുത്ത് മാറിപ്പോവും. അതുകൊണ്ട് ഇവിടെ പറയണമെന്നില്ല, ഇത് നമുക്ക് അനുഭവം വരുമ്പോൾ നമ്മൾ തന്നെ തിരിഞ്ഞ് മാറും, ഏകാന്തമായി തന്നെ കഴിഞ്ഞുകൂടാൻ ശ്രമിക്കും. അതിവിടെ ഭഗവാൻ അത് നേരിട്ട് പറഞ്ഞു കൊടുക്കുന്നു. നമ്മളിങ്ങനെ അനുഭവസ്ഥരായി കഴിയുമ്പോൾ നമുക്കറിയാം, ഇത് തന്നെ വന്നോളൂല്ലോ എന്ന്. യഥാർത്ഥ ഭക്തി വർദ്ധിച്ച് നമുക്ക് ഇതിൻ്റെയൊക്കെ അറിവുകൾ വരുമ്പോൾ നമുക്ക് ഇതിൽ ഈശ്വരനിൽ ആരാധിച്ച് ആനന്ദം കൊണ്ട് നിറയുമ്പോൾ നമുക്ക് ഈ പ്രാകൃതന്മാരുമായിട്ടൊന്നും സഹകരിക്കാൻ തോന്നത്തില്ല. അത് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു ലക്ഷ്മണന്. അതുകൊണ്ട് പ്രാകൃത ജനങ്ങളുമായി വസിക്കരുത്, ഒട്ടും ഏകാന്തേ പരമാത്മജ്ഞാന തൽപരനായി വേദാന്ത വാക്യ അർത്ഥങ്ങൾ അവലോകനം ചെയ്ത്, എല്ലാം ഇതുപോലുള്ള പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് അത് അവലോകനം ചെയ്യണം, ഒക്കെ തിരിച്ചും മറിച്ചും നോക്കി ഇത് പഠിക്കണം. എന്നിട്ട് വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിൽ ഉറച്ച് ചമഞ്ഞിടും. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിനെ ജ്ഞാനത്തിനെ അറിയാൻ നമുക്ക് അറിവുണ്ടാകും. മാനസേ വികൽപ്പങ്ങൾ ഏതുമേ ഉണ്ടാകൊല, ആത്മാവാകുന്നത് എന്തെന്നുണ്ടോ കേളതു എങ്കിൽ. ആത്മാവാകുന്നത് എന്തെന്നുണ്ടോ അത് കേള് എങ്കിൽ. ആത്മാവല്ലല്ലോ ദേഹ പ്രാണ ബുദ്ധി അഹങ്കാരം. ആത്മാവ് എന്താണെന്നറിയണോ? അതെന്താ? അത് ആത്മാവല്ലല്ലോ. ദേഹവും പ്രാണവും ബുദ്ധി അഹങ്കാരമൊന്നും ആത്മാവല്ല, ദേഹമല്ല. മാനസാദികൾ ഒന്നും ഇവറ്റിൽ നിന്നും മേലേ മാനമില്ലാതെ പരമാത്മാവ് താനേ വേറെ നിൽപ്പിതു. ഇതിലൊന്നും ചേരാതെ പരമാത്മാവ് ഇതിലെല്ലാം മേലേ സാക്ഷിയായത്, സ്വതന്ത്രനായി വേറെ, മാനമില്ല. പരമാത്മാവ് താനേ വേറെ നിൽപ്പിതു. ചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം തൽപദാത്മാ ജ്ഞാനിഹ. തൊൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ട് എന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം. ആരെ? എന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയി വരുമ്പോൾ ആ എന്നെ എന്ന് പറഞ്ഞാരാ? ശ്രീരാമനെയാണോ? ശ്രീരാമനെ പറയുന്നു. നമ്മൾ ഓരോരുത്തരും എന്നിലിരിക്കുന്ന ആ എന്നിനെ അറിയാം, നമ്മളിരിക്കുന്ന ആ ഞാനിനെ നമുക്കറിയാം. ദേഹമല്ല ഞാൻ, ആ പരമാത്മാവ് നമ്മളിലുണ്ട്. അതിനെ നമ്മൾ ഇതെല്ലാം പഠിച്ചു വരുമ്പോൾ എന്തറിയാം? നമ്മളെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് ഈശ്വരൻ ഇവിടെ ലക്ഷ്മണന് പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നെ തിരിച്ചറിയാം, വഴിപോലെ ശ്രീരാമനെ തിരിച്ചറിയാം. ശ്രീരാമൻ നമ്മളെല്ലാ ഉള്ളിലും ഉണ്ട്. അപ്പം നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയാം. ജ്ഞാനം കൊണ്ട് എന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നത് എന്നെ കാട്ടുന്ന വസ്തു തന്നെ. എന്നിലിരിക്കുന്ന എന്നെ കാണിച്ചു തരുന്ന വസ്തുവാണ് ഈ ജ്ഞാനം. അപ്പോൾ ശ്രീരാമൻ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രീരാമനല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ ലക്ഷ്മണൻ ഇത് മനസ്സിലാക്കാനാണ് അപ്പോൾ ലക്ഷ്മണനിലിരിക്കുന്ന ആ എന്നിനെ തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ വസ്തുവാണ് ഈ പറഞ്ഞത്. ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടു തന്നെ. ഞാനിതെന്ന അറിവിന്, ഞാനെന്ന ഈ അറിവിന് സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവ് ചിദാനന്ദൻ സർവസത്വ അന്തർഗത പരിച്ഛേദനല്ലോ. എല്ലാവരുടെയും അന്തർഗതത്തിലിരിക്കുക, ഉള്ളിലിരിക്കുക ആ പരമാത്മാവിനെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. എന്നുവെച്ചാൽ പ്രാകൃതമായിട്ട് സഹകരിക്കരുത്. സജ്ജന സംസർഗം, നല്ല കാര്യങ്ങൾ, പ്രാർത്ഥന, ഇതൊക്കെ അറിഞ്ഞ് വരുമ്പോൾ എന്നിലിരിക്കുന്ന ആ തന്നിലിരിക്കുന്ന താനിനെ, അല്ലെ എന്നിലിരിക്കുന്ന എന്നെ, ഞാനിനെ അറിയാം. സർവത്ര പരിപൂർണനാത്മാവ് ചിദാനന്ദൻ സർവസ്വത അന്തർഗത പരിച്ഛേദനല്ലോ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവല്ലയോ. ഏകൻ അദ്വയൻ പരൻ അവ്യയൻ ജഗന്മയൻ യോഗേശൻ അജൻ അഖിലാധാരൻ നിരാധാരൻ നിത്യ സത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധി ഉപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ട് ഉപഗമ്യൻ യോഗിനാം ഏകാത്മനാം ജ്ഞാനം ആചാര്യ ശാസ്ത്രൗഖ
ശാസ്ത്രൗഘോപദേശ ഐക്യജ്ഞാനം ശാസ്ത്രൗഘോപദേശ ഐക്യജ്ഞാനം ആത്മനോരേവം ജീവപരയോർ മൂലവിദ്യ ആത്മനി കാര്യകാരണങ്ങളും കൂടി ചേർന്ന് ലയിച്ചിടുമ്പോഴുള്ളൊരവസ്ഥയല്ലോ മുക്തി. ഈ ആത്മനോരേവം ജീവപരയോർ മൂലവിദ്യ, അതായത് വിദ്യ, ജ്ഞാനം, അതറിയുമ്പോൾ ആത്മനി കാര്യകാരണങ്ങളും കൂടി ചേരുമ്പോൾ എന്തുവരും? ലയിച്ചിടും. ഈശ്വരനിൽ ആ പരമാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ താനിനെ ചേർന്ന് ലയിക്കുമ്പോൾ എന്തുവരും? ലയമുണ്ടാവും, മുക്തി വരും. ലയിച്ചിടുമ്പോൾ ഉള്ളൊരവസ്ഥയാണ് ആ മുക്തി. ആ ലയമാണ് മുക്തി എന്ന് പറയുന്നത്. എങ്ങനെ ലയം ഉണ്ടാകും? സർവ്വതും ത്യജിച്ച് ഈ ഇന്ദ്രിയങ്ങളെല്ലാം ഒന്നിലോട്ടും പോവാതെ മറ്റ് ഈ ലോക ചിന്ത വിഷയങ്ങളെല്ലാം വിട്ട് ഇങ്ങനെ ആയി പ്രാർത്ഥിച്ചും പറഞ്ഞും ഭഗവാനോട് ലയിച്ചും ഭക്തി വർഷം വരുമ്പോൾ നമ്മുടെ ഒരു ലയമുണ്ടാകും. ആ ലയം വരുമ്പോൾ എന്താ? മറ്റുള്ളതെല്ലാം വിരക്തി വന്നതോർക്കെ ഈ ഒരു ലയം വരത്തുള്ളൂ. സർവ്വതാ ലയം ഉണ്ടാകും. അപ്പം വിരക്തി എന്ന് പറഞ്ഞാൽ ഈ ലോക ചിന്തയിൽ വിരക്തി വരുമ്പോൾ ഭഗവാൻ ഭക്തി വർദ്ധിക്കുമ്പോൾ ഈ ലയം ഉണ്ടാകുമ്പോൾ അതാണ് മുക്തി. ലയിച്ചിടുമ്പോഴുള്ളൊരവസ്ഥയല്ലോ മുക്തി. ലയത്തോട് ആശ വേറിട്ടിരിപ്പത് ആത്മാവ് ഒന്നേ ജ്ഞാന വിജ്ഞാന വൈരാഗ്യത്തോട് സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം. ഇത് ഉള്ളവണ്ണമേ പറവാനും ഇത് അറിവാനും ഉള്ളം നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കൽ. ഇത് പറഞ്ഞു തരാൻ ഉള്ളവണ്ണമേ ഇത് പറഞ്ഞ് അതറിവാനും ഇതൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും ഇതറിയാനും ഒക്കെ ഉള്ളം, നമ്മുടെ ഉള്ളം നല്ല ഉണർവുള്ളവരില്ല. നമ്മുടെ ഉള്ളത്തിൽ ഉണർവ് വേണം. ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അങ്ങനെ ഉള്ളവർ ഈ ജഗത്തിൽ ആരും ഇല്ല എന്നതിൽ ശ്രീരാമൻ പറയുന്നു. ലക്ഷങ്ങളിൽ ഒന്നങ്ങാണേ കാണുണ്ടെങ്കിലും. അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങൾ പഠിച്ച് അർത്ഥം മനസ്സിലാക്കി വായിക്കുന്ന ഒരുപാട് പേരുണ്ട്. ലോകത്തുള്ള എല്ലാവർക്കും ഇത് തന്നെയാ ജോലി ഇപ്പം. അതുകൊണ്ട് ആയില്ല. ഉള്ളത്തിൽ ഉണർവ് വേണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആയിത്തീരുമ്പോഴാണ്, നമ്മൾ അത് അനുഭവിച്ച് രുചിച്ചറിയുമ്പോഴാണ്, അതിന് ആ ആനന്ദമായിരിക്കുന്ന ആ അമൃത് നമ്മളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് ആ ലയം ഉണ്ടാകുന്നത്. അങ്ങനെ ഇറങ്ങിച്ചോണ്ടെങ്കിൽ നമ്മൾ മറ്റതിലെല്ലാം വിരക്തി വരണം. അപ്പോൾ ഈ ചിന്ത എപ്പോഴും ഭഗവത് പാദങ്ങളിൽ തന്നെ നമ്മൾ ശരണം പ്രാപിച്ചുകൊണ്ടേ ഭജിച്ചുകൊണ്ടേ ഇരിക്കും. ചിന്ത മറ്റൊന്നിനും പോകത്തില്ല. അതേസമയം ഭക്തി ഇല്ലാത്തവരുടെ ചിന്ത എപ്പോഴും എവിടെ പോകും? ഈ ലോക ചിന്തയിലേക്ക് പോകും. അവർക്കാണെങ്കിലോ ഈശ്വരനുള്ള ചിന്ത മറന്നു പോകും. വിളക്കത്തിക്കാൻ പോലും മറന്നു പോകും. സീരിയലും കണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവരുടെ കാര്യം എന്തെങ്കിലും പറഞ്ഞും കൊണ്ടൊക്കെ ഇരുന്നിട്ട് അയ്യോ സമയം പോയോ, മണി 8 ആയോ 7 ആയോ എന്താ, അതവർ മറന്നു പോകും. പക്ഷേ ഭക്തന്മാരെന്ത് മറന്നു പോകും? ഈ ലോക ചിന്ത മറന്നു പോകും. ഇതിങ്ങനെ രണ്ടവസ്ഥയാണ്. അതുകൊണ്ട് ഈ ലോക ചിന്തകളൊക്കെ ഇത് പറഞ്ഞിട്ടില്ല. ഇത് ഈശ്വരഭക്തിയിലോട്ട് എപ്പോഴും നന്നായി കൃത്യനിഷ്ഠയോടെ പ്രാർത്ഥിച്ചും ഭഗവാനുള്ള ആ കൃപ അവിടുന്ന് ഈശ്വരൻ്റെ ഭംഗിയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നുകൊണ്ടിരിക്കുന്നവർക്കാണ് ഈ മുക്തി കിട്ടുന്നത്. എന്താ? ലയം ഉണ്ടാകുന്നത്. അതാണ് എന്താ പറയുന്ന ചേർച്ച, യോഗി, ഈശ്വരനായിട്ടുള്ള യോഗം. അത് ജ്ഞാന വിജ്ഞാന വൈരാഗ്യത്തോട് സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം. ആനന്ദമാണ് ഈ സ്വരൂപം. ഈ പരമാത്മാവെന്ന് പറഞ്ഞ ആനന്ദമാണ്. അത് അരൂപമാണ്. അത് കാണാൻ പറ്റില്ല. നമ്മുടെ ദേഹത്തിലുള്ളതെല്ലാം കൂടെ ചേർന്ന് എന്താണ്? ഈ ക്ഷേത്രമാകുന്ന ദേഹമാണ്. ദേഹമൊന്നും അതിന് ക്ഷേത്രമൊന്നും പറയും. പക്ഷേ ഇതിനകത്ത് ആ പരമാത്മാവ് ഉണ്ട്. ആ പരമാത്മാവിനെ രുചിച്ചറിഞ്ഞു വരുമ്പോഴാണ് നമുക്ക് ആനന്ദം ഉണ്ടാകുന്നത്. ആനന്ദത്തിൽ ആറാടുമ്പോൾ നമുക്ക് അവിടെ ലയം ഉണ്ടാകും. ആ ഒരു ചേർച്ച, ആ അനുഭൂതി, അതാണ് മുക്തി. അത് ഉള്ളവണ്ണമേ പറവാനും ഇതറിവാനും ഉള്ളം, അതായത് നമ്മുടെ ഉള്ളിൽ നല്ല ഉണർവുള്ളവരില്ല ആരും ജഗത്തിങ്കൽ. മൽഭക്തി ഇല്ലാതെ അവർക്ക് എത്രയും ദുർലഭങ്ങൾ. അവർക്ക് ഭഗവാനുള്ള ഭക്തി ഇല്ലാത്തത് കൊണ്ടാണ്. ഭക്തി വർദ്ധിച്ചെങ്കിൽ മാത്രമേ ആ ജ്ഞാനം അതിങ്ങനെ ലയിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈശ്വരനും നമ്മളും, അതായത് ഈ നാമും ഈശ്വരനും ഒന്നാന്നുള്ള ലയം, ആ ചേർച്ച വരുമ്പോഴാണ് അത് വരുന്നത്. മൽഭക്തി ഇല്ലാതവർക്ക് എത്രയും ദുർലഭം കേൾ. മൽഭക്തി കൊണ്ട് തന്നെ കൈവല്യം വരും താനും. ഭക്തിയാണ് ഇതിനെല്ലാം മുൻതൂക്കം. നേത്രം ഉണ്ടെന്നാകിലും കാണുന്നതിനുണ്ട് പണി. നമുക്ക് നേത്രമുണ്ട്, പക്ഷെ കാണാൻ പ്രയാസം. അതിൻ്റെ ഉദാഹരണം, രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി അറിഞ്ഞിടാം ഇതാവണ്ണമേ. നമുക്ക് ഇരുട്ടത്ത് എത്രമാത്രം കുറ്റക്കുറ്റി ഇരുട്ടായിരിക്കുമല്ലോ, നിലാവ് പോലും ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് നടക്കാൻ പറ്റുമോ? രാത്രി പാദം എങ്ങോട്ട് നടക്കണമെന്ന് വഴി തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്താ കാരണം? വെട്ടമില്ല. രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി അറിഞ്ഞിടാം ഇതാവണ്ണമേ. ശ്രീരാമഭക്തി ഉണ്ടെന്നാകിലേ കാണായി വരൂ. ആ ഭക്തിയാണ് ഉള്ളിലെ പ്രകാശം. ഈ പുറമേ ഉള്ള സൂര്യപ്രകാശം ഉണ്ടെങ്കിലേ നമുക്ക് വഴി തിരിച്ചറിയാൻ ഒക്കൂ. നമ്മുടെ ഹൃദയത്തിൽ ഭക്തിയാകുന്ന പ്രകാശം വരുമ്പോൾ നമുക്ക് വഴി തിരിച്ചറിയാൻ പറ്റും. ഏത് വഴി? ഉള്ളിലേക്കുള്ള
ആഴത്തിലേക്കുള്ള ആ വഴി. അത് ഭക്തി വരുമ്പോൾ ഇതെല്ലാം വഴി നന്നായി കണ്ടു തെളിഞ്ഞ് പരമാത്മ ലയിക്കാനുള്ള ആ ഒരു സുഹൃതം അനുഭവിക്കാനുള്ള ആ ആനന്ദം അനുഭവിക്കാനുള്ള ഒരു കൃപ ആ ഭക്തിയിൽ കൂടി ഒഴിഞ്ഞു വരും. നേരുള്ള വഴി അറിഞ്ഞിടാവിത് ഔവണ്ണമേ ശ്രീരാമ ഭക്തി ഉണ്ടെന്നാകിലേ കാണായി വരൂ. ഭക്തന് നന്നായി പ്രകാശിക്കും ആത്മാവ് നൂനം. ഒരു ഭക്തന് നന്നായി പ്രകാശിക്കും. എന്താ? ഉള്ളം നിറഞ്ഞ് കവിയും, ആത്മാവിൽ അങ്ങ് നിറയും. അതാണ് ഒരു ഭക്തൻ. ഭക്തന് നന്നായി പ്രകാശിക്കും ആത്മാവ് നൂനം. സൂര്യപ്രകാശത്തിൽ നമുക്ക് പകൽ നന്നായി കണ്ടു പോകുന്നത് പോലെ നമ്മുടെ ഹൃദയം പരമാത്മാവിൽ ലയിക്കും, പ്രകാശിക്കും. അപ്പോഴെന്ത് വരും? ഭക്തിക്ക് കാരണം എന്തെന്നു കേട്ടാലും നീ ഭക്തി ഉണ്ടാവാൻ കാരണം എന്താ? അതാ മൽഭക്തന്മാരോടുള്ള സംഗമം. അപ്പൊ എങ്ങനെയാ ഭക്തി ഉണ്ടാകുന്നത്? വെറുതെ വീട്ടിൽ വെറുതെ ഇരുന്ന ഭക്തി ഉണ്ടാകുമോ? നമുക്ക് അറിവില്ലല്ലോ. ഒരു ഭക്തനോടോ ഒരു ഗുരുവിനോടോ ചേർന്നെങ്കിലേ നമുക്ക് അറിവ്, അല്ലെങ്കിൽ ഇതുപോലൊക്കെ വായിക്കണം. വെറുതെ ദൈവമേ ദൈവത്തിന്റെ ഭക്തി അങ്ങനെ വരുത്തില്ലെന്നല്ല, പക്ഷെ അറിവും കൂടെ വേണം. അതിനെന്ത് വേണം? സംഗമം എന്തിനാ? അറിവ് നേടാനാ. മറ്റുള്ളവർ പറയുന്ന കേട്ടും വായിച്ചും പറഞ്ഞും വിവേചനം ചെയ്യണം. ഇത് അവലോകനം ചെയ്യണം. അത് ഭക്തിക്ക് കാരണം എന്തെന്നു കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമം, അതും മൽഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും. സന്തോഷവും സ്നേഹവും കനിവോട് ഭക്തന്മാരോട് സ്നേഹം വേണം. ഏകാദശാദി വ്രത അനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയേ സാഹസിച്ചു കൊള്ളുകയും. അതാ ആകുലമെന്നിയേ. എന്താണ് ആകുലമെന്നിയേ? ആരുടെ നിർബന്ധപ്രകാരം ഒരു വ്രതവും പിടിക്കണ്ട. അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് മക്കളെ കൊണ്ടോ ഒന്നും വ്രതം പിടിപ്പിച്ചെടുത്താൽ ശരിയല്ല. നമുക്ക് സന്തോഷം, നമുക്കുള്ള ആവശ്യം, നമ്മുടെ ഇഷ്ടം, നമ്മുടെ സന്തോഷം ഭഗവാന് ചേരണം. നമ്മൾ തന്നെ നോക്കിയിരിക്കും സമയം. വ്രതം പിടിക്കാനുള്ള എന്താ ഒരു വെപ്രാണ്. അത് എനിക്ക് അങ്ങനെ വ്രതം ഇല്ല, പക്ഷേ ഞാൻ നോക്കിയിരിക്കുന്ന 5 മണി ആയോ നോക്കും. എല്ലാം ഒരുക്കി കുളിച്ചൊരുങ്ങി ഇങ്ങനെ ഇരിക്കും. ഇപ്പോഴൊന്നും അല്ല, ഒരു 30 വയസ്സുള്ളപ്പോൾ സമയത്തെ ഇവിടെ മാറിയ സമയത്തെ അങ്ങനെയാ. അപ്പോൾ എന്താ വിളക്കത്തിയ സമയമായോ നാമഞ്ചൽ അവർ 2-4 മണിക്കൂർ അങ്ങ് ഇരിക്കണം. അതിനങ്ങനെ അങ്ങ് ആർത്തിയാ, ഒരുക്കമാ. അത് വ്രതവും അങ്ങനെ തന്നെ. വ്രതത്തിന് വേണ്ടി ആ ആർത്തി വേണം, അല്ലാതെ ആരും നിർബന്ധപ്രകാരം ആകരുത്. ഏകാദശാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നേ സാധിച്ചു കൊള്ളുകയുമഥ. പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നിവിപ്രാണാം കൊടുക്കയുമഥ. അതായത് അഗ്നിഹോത്രികളായ ബ്രാഹ്മണർക്ക് ദാനങ്ങൾ ചെയ്യുക, പൂജിക്കുക, വന്ദനം ചെയ്യുക, ഭാവനം ദാസ്യം, ഭക്തന്മാരുടെ ദാസനാവുക, ഭഗവാന്റെ ദാസനാവുക. ഭഗവാന്റെ ഭക്തന്മാരുടെ ഭഗവാന്റെ ദാസനെ പോലെയാ. അപ്പോൾ അതിനാണ് ഭക്തന്മാരെ സ്നേഹിക്കണം എന്ന് പറയുന്നത്. മൽകഥാ പാഠശ്രവണങ്ങൾ ചെയ്യുകയും ഭഗവാന്റെ നാമങ്ങൾ പറയുകയും കീർത്തിക്കുകയും ശ്രവിക്കുകയും എല്ലാം ചെയ്യുന്നതും മൽഗുണ നാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും ഭഗവാന്റെ നാമങ്ങളെ എപ്പോഴും കീർത്തിച്ചു കൊണ്ടിരിക്കുകയും സന്തതം യുദ്ധം എങ്കൽ വർത്തിക്കും ജനങ്ങൾക്ക് ഒരന്തരം വരാതൊരു ഭക്തി ഉണ്ടായി വരും. അപ്പോൾ ഒരു വിഷമവും കൂടാതെ ഇങ്ങനെയല്ല സന്തതം യുദ്ധം ഇങ്ങനെ എപ്പോഴും ചെയ്യുന്നത് എങ്കൽ വർത്തിക്കും. പരമാത്മാവായ ശ്രീരാമൻ ഇതെല്ലാം അടിഞ്ഞുകൂടും. ഇത് ചെയ്യുന്നതെല്ലാം അങ്ങനെ വരുമ്പം ഭഗവാന്റെ കൃപ ഇങ്ങോട്ട് വരും. സന്തതം യുദ്ധം എങ്കൽ വർത്തിക്കും ജനങ്ങൾക്ക് ഒരന്തരം വരാതൊരു ഭക്തിയും ഉണ്ടായി വരും. അങ്ങനെ ഭക്തി വർത്തിക്കുന്ന മനസ്സിലായോ? ഭക്തി എങ്ങനെയാ ഉണ്ടാകുന്നതെന്ന്? സത്സംഗം. പിന്നെ ഈ പറഞ്ഞതൊക്കെ തന്നെ ഇനി ആവർത്തിച്ച് പറയാനാണെങ്കിൽ സമയം പോവും, പിന്നെ ഞാൻ ഓടേണ്ടി വരും ഇതിൽ കൂടെ. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല. ഉത്തമോത്തമന്മാരായുള്ളവർ അവരല്ലോ. അങ്ങനെ ഭക്തി വർദ്ധിക്കുക ഉത്തമനിൽ ഉത്തമനായ ഭക്തനായി വരും. ഉത്തമന്മാരുള്ളവരായുള്ളവരല്ലോ. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല. ഉത്തമന്മാരായുള്ളവർ അവരല്ലോ. ഭക്തിയുക്തന് ജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടും. എന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്ന അനുസാരവശാൽ ഉക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ. വക്തവ്യമല്ല നൂനം എത്രയും ഗുഹ്യം. മമ ഭക്തന്മാർക്കൊഴിഞ്ഞ് ഉപദേശിച്ചിടരുതല്ലോ. ഈ ഗുഹ്യമായിരിക്കുന്ന ഈ രഹസ്യം മമ എൻ്റെ, അത് ശ്രീരാമ ഭക്തന്മാർക്ക് ഒഴിഞ്ഞ് ആർക്കും ഈ പ്രാകൃതന്മാരെ വിളിച്ചിരുത്തി കൊടുക്കരുത്. എനിക്ക് അബദ്ധം പറ്റി, ഞാൻ എൻ്റെ വെപ്രാളം കൊണ്ട് എവിടേക്കോ തിരിഞ്ഞു പറഞ്ഞ് പോയി. ആവശ്യക്കാർക്കല്ലേ കൊടുക്കാവൂ, എന്നാലും എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ആക്കാൻ പറഞ്ഞ് ഞാൻ ഭാഗവതം ഉള്ള വീട് നോക്കി 1-2 വീട്ടിൽ ചെന്നു. പക്ഷേ അവർ എന്നോടുള്ള സ്നേഹം കൊണ്ടൊക്കെ അവിടെയൊക്കെ ഇരുന്നു. പക്ഷേ ഇതുമായിട്ട് യാതൊരു ബന്ധവും അവരുടെ ഉള്ളിലില്ല. അങ്ങനെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാവോ? ഇത് ഭക്തി വേണ്ടേ? അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാന്റെ ഭക്തന്മാർക്കൊഴിഞ്ഞ് ഉപദേശിച്ചിടതല്ലോ, അല്ലാത്തവർ കൊടുക്കരുതല്ലോ. ഇത് എന്താ 100-50 പേര് കാണുന്നത്? കൂടുതൽ പേരെന്താ അത് കാണാത്തത്?
ഇത് യഥാർത്ഥത്തിൽ ഇത് അങ്ങനെയുള്ളവർക്ക് അറിയാൻ വേണ്ടി ഇത് ദൈവം വരുത്തതുള്ളൂ. ഇത് ഒരുപാട് പേരൊന്നും കാണാനോ കേൾക്കാനോ, ചില ഭാഗങ്ങളൊക്കെ ചില ഒത്തിരി പേര് കാണും, ചിലതൊന്നും കുറച്ച് പേരെ കാണും. എന്താ കാരണം? അല്ലാത്തവർക്ക് ഇത് കൊടുത്തുകൂടല്ലോ, രഹസ്യമാണല്ലോ ഇതൊക്കെ. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കണേ. ഉണർന്നവർക്കല്ലേ ഇത് പറ്റത്തുള്ളൂ, അല്ലാത്തൊരു വായിച്ചു പോകത്തല്ലേ ഉള്ളൂ. അപ്പോഴെന്ത് വരും? ഇത് മമ ഭക്തന്മാർക്ക് കൊടുത്തുകൂടാ, മമ ഭക്തന്മാർക്ക് ഒഴിഞ്ഞ് ഉപദേശിച്ചിടരുതല്ലോ, ആർക്കും കൊടുക്കരുതല്ലോ. ഭക്തനെന്നാകിൽ അവൻ ചോദിച്ചില്ലെന്ന ഒരു ഭക്തനാണെങ്കിൽ അതിന് അറിയത്തില്ല, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടു എന്ന് അറിയത്തില്ല. അതിന് ഒരു ഭക്തനാണെങ്കിൽ ചോദിച്ചില്ല എന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ, അവനോട് നമുക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് അവനൊരു ഭക്തനാണ്, അവ ആക്ഷേപിക്കത്തില്ല. നമ്മുടെ ഈ ഇത് കൊടുത്താൽ അവനായിട്ട് ചവിട്ടി തേക്കത്തില്ല. പിന്നെ ഇതിനൊരു ഭക്തി എന്നും പറഞ്ഞ് പോകത്തില്ല. അവർ സന്തോഷവും വിനയത്തോടെ കേൾക്കുന്ന ഒരു ഭക്തനാണെന്ന് നമുക്ക് ബോധ്യം വന്നാൽ അവർ ചോദിച്ചില്ലെങ്കിൽ അവർക്ക് അറിയത്തില്ലല്ലോ ചോദിക്കാൻ. അതുകൊണ്ട് എന്ത് വരണം? ഭക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധായുക്തനാ മർത്തിന് ഇത് നിത്യമായി പാഠം ചെയ്യുകയിൽ അജ്ഞാനം അകന്നു പോകും. അപ്പോൾ ആ ഒരു ഭക്തൻ്റെ അജ്ഞാനമൊക്കെ അകന്നു പോകുമ്പം നല്ലതല്ലേ? അവൻ്റെ ബുദ്ധി നല്ലതല്ലേ? ആ ജ്ഞാനം ഉള്ളിൽ വരത്തില്ലേ? അറിവില്ലായ്മയെല്ലാം പോയിട്ട് നല്ലത് കയറി ഉള്ളത്തിൽ വരത്തില്ലേ? അപ്പോൾ നമ്മളത് കൊടുക്കണ്ടേ? അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഉത്തമന്മാർക്ക് ഭക്തി ഉള്ളവർക്ക് അത് ചോദിച്ചില്ലെങ്കിലും അവർക്ക് നമുക്ക് കൊടുക്കാം. ഭക്തി സംയുക്തന്മാരായ യോഗീന്ദ്രന്മാർക്ക് നൂനം ഹസ്ത സംസിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും. ശൂർപ്പണഖ വൃത്താന്തം. ഇത്തരം സൗമിത്രിയോട് അരുളി ചെയ്തു പുനരിത്തിരി നേരം ഇരുന്നിടിനോരനന്തരം. അങ്ങനെ സൗമിത്രി ലക്ഷ്മണന് ഇതെല്ലാം ഭഗവാൻ ശ്രീരാമൻ പറഞ്ഞു കൊടുത്തു. ഇത്രയും ചോദിച്ച് അതുകൊണ്ട് പറഞ്ഞു കൊടുത്ത്. ഗൗതമി തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലെ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനി ചരജന സ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ കാമിനി വിമോഹിനി പങ്കജധ്വജ കുലിശാങ്കുശ അങ്കിതങ്ങളായി ഭംഗി തേടിയിടും പാദങ്ങളതു നേരം ഭഗവാന്റെ കണ്ടു. ഈ ആരവളെ പേര് ശൂർപ്പണ. ഭഗവാന്റെ പങ്കജധ്വജ പങ്കജ കുലിശ അങ്കുശ അങ്കിതങ്ങൾ ഭഗവാന്റെ ഈ പാദത്തിൽ ഇതെല്ലാം നന്നായിട്ട് കണ്ട് ശൂർപ്പണഖ അങ്ങനെ എന്തു പറയും, ഭംഗി തേടിയിടും പാദങ്ങൾ അതുനേരം പാദ സൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ. ഭഗവാന്റെ ഈ പാദങ്ങളൊക്കെ ശൂർപ്പണഖ കണ്ടപ്പോൾ ഭഗവാനോടൊരു മോഹിതയായപ്പോൾ കൗതുകം ഉൾക്കൊണ്ട് രാമ ആശ്രമമാകാൻ ബുക്കാൾ. അവർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി, കൗതുകം തോന്നിട്ട് ഭഗവാന്റെ ആശ്രമത്തിലേക്ക് ചെന്നു ഈ ശൂർപ്പണഖ. ഭാനുമണ്ഡല സഹസ്രോ ഉജ്ജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവ ഭയനാശനം പരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവ സമം മാധവം മധുഹരം ജാനകിയോടും കൂടെ വാണിടുന്നത് കണ്ടു. ഇത്ര നല്ല ശ്രീരാമൻ്റെ ഈ സൗന്ദര്യം എല്ലാം കൂടെ കണ്ടപ്പോൾ ഇത് ആരോടുകൂടെ അവിടെ കണ്ടു? ജാനകിയുടെ കൂടെ. അവർക്ക് സഹിക്കോ? ഇത്ര നല്ല സുന്ദരമായ ശ്രീരാമനെ ജാനകിയുടെ കണ്ടപ്പോൾ അവൾക്കൊരു മനഭ്രന്യാസം. എന്തു വന്നു? മീനകേതന ബാണപീഡിതയായാൾ ഏറ്റം. അതായത് അവൾക്ക് കാമപീഡിതയായി. ഭഗവാനെ അവൾക്ക് വേണം, ജാനകിയൊക്കെ തള്ളിക്കളയണം. സുന്ദര വേഷത്തോട് മന്ദഹാസവും പൊഴിഞ്ഞ് ഇന്ദിരാവരനോട് മന്ദമായി ഉര ചെയ്താൾ. ശൂർപ്പണഖ പറയുന്നു, ആരടോ ഭവാൻ ചൊല്ലിയിട ആരുടെ പുത്രനെന്നും നേരോട് എന്ത് ഇവിടേക്ക് വരുവാൻ മൂലമെന്നും. എന്തൊരു മൂലം ജടാവൽക്കലാദികൾ എല്ലാം എന്തിനു ധരിച്ചതു താപസവേഷമെന്നും. ഇതൊക്കെ എന്തിനാ നീ ധരിച്ചത്? എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോട് ഞാൻ എൻ്റെ പരമാർത്ഥമൊക്കെ പറയാം. നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ, അതുകൊണ്ട് നീ എന്നോട് പിന്നെ ചോദിക്കുക. അതുകൊണ്ട് ഞാൻ എന്തായാലും മുമ്പേ പറയാം. രാക്ഷസേശ്വരനായ രാവണ ഭഗനി ഞാൻ ആഖ്യയാ ശൂർപ്പണഖ കാമരൂപിണിയല്ലോ. എൻ്റെ പേര് രാവണഭഗനിയായ ശൂർപ്പണഖയാണ്. രാവണന്റെ സഹോദരി ശൂർപ്പണഖയാണ്, കാമരൂപിണിയാണ്. ഖരദൂഷണ തൃശ്രാക്കളാം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനെ ഞാൻ ഇരിപ്പത് സദാ. ഞാൻ എപ്പോഴും എൻ്റെ സഹോദരന്മാരുടെ കൂടെ ഇരിക്കുകയാണ്. നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞില്ലതും നിന്നെ ഞാൻ ആരെന്ന് അറിയുന്നില്ലല്ലോ. എന്നോട് പരമാർത്ഥം ചൊല്ലണം ദയാനിധി. നീ ആരാണ്? എന്നോട് പരമാർത്ഥം പറയും. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞല്ലോ. ശൂർപ്പണഖയാണ്, രാവണൻ്റെയൊക്കെ ഭഗിനിയാണ്. സുന്ദരി കേട്ടുകൊള്ളുക, ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജ സീത. ധന്യേ മൽഭ്രാതാവായ ലക്ഷ്മണൻ ഇവനടോ. ലക്ഷ്മണൻ എൻ്റെ സഹോദരനാണ്. എന്നാൽ എന്തൊരു കാര്യം നിനക്ക് മനോഹരേ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ. എന്നാൽ എന്നെ കൊണ്ട് എന്താ നിനക്ക് വേണ്ടുന്ന കാര്യം പറയൂ.
ശ്രീരാമൻ്റെ അടുക്ക വന്നത് എന്തെങ്കിലും കാര്യം സാധിക്കാനുള്ള, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടുന്നത്, അത് നീ മടിയാതെ നിന്റെ മനസ്സിലുള്ളത് പറയൂ എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി, എന്നോട് കൂടെ പോന്നു രമിച്ചു കൊള്ളേണം നീ, എനിക്കതാണ് ആവശ്യം. അതായത് എൻ്റെ കൂടെ ഒപ്പം നടക്കണം. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവവീരൻ അവളോട് അരുൾ ചെയ്തിടി. ഇത് കേട്ടപ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ച് സീതയോട് കൂടിയിട്ട് എന്നിട്ട് അവളോട് പറയുന്നു, ഞാനിഹ തപോധന വേഷവും ധരിച്ച് ഓരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം. ജാനകിയാകും ഇവൾ എന്നോട് പത്നിയല്ലോ, മാനസേ പാർത്താൽ വെടിഞ്ഞീടരുതൊന്നു ഒന്നുകൊണ്ടും ഇവരെ വെടിഞ്ഞൂടാ, എൻ്റെ പത്നിയാണ്. സാ പത്നിയോത്ഭവ ദുഃഖം എത്രയും കഷ്ടം. ഒരു പത്നിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദുഃഖം എത്രയും കഷ്ടമാണ്. താപത്തെ സഹിപ്പാതിനാളല്ല നീയും. എടോ ലക്ഷ്മണന്റെ മാമ ഭ്രാതാ സുന്ദരൻ മനോഹരൻ, നീ ചെന്ന്, ലക്ഷ്മണൻ സുന്ദരനാണ്, എൻ്റെ ഭ്രാതാവ് സഹോദരനാണ്, അവൻ മനോഹരനാണ്. ലക്ഷ്മി ദേവിക്ക് തന്നെ ഒക്കും നീ എല്ലാം കൊണ്ടും. ശൂർപ്പണഖ ഭഗവാൻ പറയുന്നു, ലക്ഷ്മി ദേവിക്ക് ഒക്കെ നീ എല്ലാം കൊണ്ടുകൊണ്ട് ലക്ഷ്മണൻ അടുക്കലേക്ക് ചെല്ലൂ. നിങ്ങൾ ചേരും ഏറെ നിർണയം മനോഹരേ, സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനടോ. നിന്നോട് അത്രമാത്രം സംഘവും ഉണ്ടാകും, ഇഷ്ടപ്പെടും. മംഗലശീല അനുരൂപൻ എത്രയും നിനക്ക് അങ്ങ് നീ ചെന്ന് പറഞ്ഞിടുക വൈകിടാതെ. എങ്ങനെയും അവിടുന്ന് പറഞ്ഞു വിടാനാ ഭഗവാൻ നോക്കുന്നത്. ഇങ്ങനെ തങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ കുറേ നേരം പറഞ്ഞു വിടും. എന്ത് ചെയ്യും എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി നിന്നവൾ അപേക്ഷിച്ചാൾ ഭർത്താവാകുന്നു തന്നെ. ചൊന്നവളോട് എൻ്റെ ഭർത്താവാകൂ എന്ന് ലക്ഷ്മണനോട് എന്ന് പറഞ്ഞു. അങ്ങനെ ചൊന്നവളോട് ചിരിച്ച് അവനും ഉര ചെയ്താൻ, എന്നോട് പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനോ, ഞാൻ മനവനായ ശ്രീരാമന്റെ ദാസനാണ്. ധന്യേ നീ ദാസിയാവാൻ തക്കവൾ അല്ലയല്ലോ. ഇവളെ വേഷഭൂഷങ്ങളെ കണ്ടാൽ ഇവളൊരു ദാസിയാവാൻ ഒക്കുന്നവളല്ലല്ലോ എന്ന് ലക്ഷ്മണൻ പറഞ്ഞുകൊണ്ട്, നിനക്കത് പറ്റിയതല്ല ഈ ദാസവേല, ഈ ഭൃത്യവേല. ഞാൻ ഈ ദാസനാണ്, അതുകൊണ്ട് നിനക്കത് ചേരത്തില്ല. ചെന്നു നീ ചൊല്ലിയിട് അഖിലേശ്വരനായ രാമൻ തന്നോട് തവ കുലശീല ആചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ. എന്നാൽ നിന്നെ കൈക്കൊള്ളും. നീ നിന്റെ ശീലങ്ങളും ആചാരങ്ങളൊക്കെ ചെന്ന് പറയൂ. നിന്നെ എന്നതു കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുല നായകനോട് ചൊന്നാൾ, എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു. ഒന്നുകൊണ്ടുമേ ഒരു സങ്കടമുണ്ടായി വരാ. നിനക്കൊരു വിഷമം ഉണ്ടാകത്തില്ല. ശ്രീരാമനെ ഇവിടെ പറയുന്ന ഒന്നും വിഷമം ഉണ്ടാ, നീ എന്നെ സ്വീകരിക്കൂ. മന്നവ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും, അതായത് ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും ഇവളെയും കൊണ്ട് പോണമെന്നാണ്. മന്നവ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോട് കൂടെ നടന്ന് ഓരോരോ ഭോഗം എല്ലാം അന്യോന്യം ചേർന്ന് പുലിക്കായി വരും അനാരതം. ഇത്തരം അവൾ ഉര ചെയ്ത് അത് കേട്ട നേരം ഉത്തരം അരുൾ ചെയ്തു രാഘവൻ തിരുവടി. അപ്പൊ ഭഗവാൻ പറയുന്നു, ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം. അതിന് ഇവളുണ്ട് എനിക്കിപ്പോൾ. ശ്രീരാമൻ പറഞ്ഞു, ഒരുത്തനായാൽ ഒരുത്തി വേണം എന്നെ ശുശ്രൂഷിക്കാൻ. അതുകൊണ്ട് ഇപ്പം ഇവൾ എൻ്റെ അടുക്കലുണ്ട്, സീതയുണ്ട്. ഒരുത്തി വേണം, അവൻ അതിനാരൊന്ന് തിരഞ്ഞിരിക്കും നേരം. അപ്പോൾ നിന്നെയും കണ്ടുകിട്ടി. അത് ലക്ഷ്മണന് ആരുമില്ല നോക്കാൻ. അതുകൊണ്ട് തിരഞ്ഞിരിക്കും, ആര് വരും എന്നും പറഞ്ഞു. അതുകൊണ്ട് നിന്നെ ഇപ്പോൾ കിട്ടിയല്ലോ. അതുകൊണ്ട് തിരഞ്ഞിരിക്കും നേരം അപ്പോൾ നിന്നെയും കണ്ടുകിട്ടി. വരുത്തും ദൈവം ഒന്ന് കൊതിച്ചാൽ ഇനി നിന്നെ വരിച്ചുകൊള്ളും അവനില്ല സംശയമേതും. അത് ദൈവം വരുത്തുന്നതാണ്. അത് നിനക്ക് കൊതിയുണ്ടെങ്കിൽ നിന്നെ വരിച്ചുകൊള്ളും അവന്, അത് സംശയമൊന്നുമില്ല. തെരിക്കെന്ന് ഇനി കാലം കളഞ്ഞിടാതെ ചൊൽക, കരത്തെ ഗ്രഹിച്ചിടും കടുക്കുന്നവനടോ. പെട്ടെന്ന് തന്നെ നിന്നെ കരത്തെ ഗ്രഹിക്കും. അതുകൊണ്ട് നീ തെരിക്കെന്ന് ഇനി കാലം കളഞ്ഞിടാ ചെല്ലുക. രാഘവ വാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചേതസ്സോട് ലക്ഷ്മണാന്തികെ വേഗാൽ ചെന്നു നിന്ന് അപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടൊല വെറുതെ നീ. ലക്ഷ്മണൻ പറയുന്നത് ഇങ്ങനെയാ, എന്നോടിത്തരം പറഞ്ഞിടൊല വെറുതെ നീ. നിന്നിലേതും ഒരു കാംക്ഷയെ എന്നറിയാൻ, നിന്നിൽ ഒരു കാംക്ഷ എനിക്കില്ല. എന്നോടിത്തരം പറഞ്ഞിടൊല വെറുതെ നീ. നിന്നിലേതും ഒരു കാംക്ഷ എന്നറിയാൻ, നിന്നിൽ ഒരാഗ്രഹവും എനിക്കില്ല. മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും. പിന്നെയും അത് കേട്ടു രാഘവ സമീപേ പോയി ചെന്ന് നിന്ന് അപേക്ഷിച്ചാളായ ആശയ, അവിടെ ആഗ്രഹം,
അതായത് ചെന്ന് നിന്ന് രാമനോട് പറയുന്നു, അപേക്ഷിച്ചാൽ ആശയ പലതരം പറഞ്ഞു, പലതരം ആശകളൊക്കെ പറഞ്ഞു നോക്കി. കാമവും ആശാഭംഗം കൊണ്ട് കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസി. അപ്പോൾ രാക്ഷസിയായി. വേഷം മാറി മായ കൊണ്ട് സുന്ദരിയായി വന്നതല്ലേ. അപ്പോൾ രണ്ടുപേരുടെ മാറി പോയിട്ടൊന്നും അവിടെ ഇംഗിതം നടക്കുന്നില്ല. അപ്പോഴവൾക്കുള്ള സ്വഭാവം മാറി. കാമവും ആശാഭംഗം, അത് ആശയ്ക്ക് ഭംഗം വന്നു. കോപവും വന്നപ്പോഴത്തേക്ക്, അതാണ് ആഗ്രഹം നടക്കാനോ നമുക്ക് കോപം ഉണ്ടാകും. കാമക്രോധ ലോഭമോഹങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ആഗ്രഹം ഉള്ളതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒന്നിലും ആഗ്രഹിക്കാതിരിക്കുക. അപ്പോൾ യൗക്കള കാമവും ആശാഭംഗവും കൊണ്ട് കോപവും അതിപ്രേമവും ആലസ്യവും കൊണ്ട് രാക്ഷസി. അപ്പോൾ മായാരൂപവും വേർപെട്ട അഞ്ജന ശൈലം പോലെ, അഞ്ജന കരി, ശൈലം പർവ്വതം, അതായത് കരിമല വീഴും പോലെ, മായാരൂപവും വേർപെട്ട അഞ്ജന ശൈലം പോലെ കായ ആകാരവും ഘോരദംശയും കൈക്കൊണ്ടപ്പോൾ, കായം ശരീരം ആകാരം, ഒരു കായത്തിൻ്റെ ശരീരത്തിൻ്റെ ആകൃതിയൊക്കെ ഘോരദംശയും എല്ലാം കൈക്കൊണ്ട് അവൾ ഭയങ്കര ഒരു പർവ്വതം പോലെ അങ്ങ് ചെന്ന് വീഴുക. അത്രയും ഭയങ്കരിയായി, കരിമല പോലെ ആയി. എന്നിട്ട് മായാരൂപം വേർപെട്ട അഞ്ജന ശൈലം പോലെ കായ ആകാരവും ഘോരദംശയും കൈക്കൊണ്ടപ്പോൾ കമ്പം ഉൾക്കൊണ്ട് സീതാദേവിയോട് അടുത്തപ്പോൾ വിറച്ചുകൊണ്ട് ചെല്ലുക. സംഭ്രമത്തോട് രാമൻ തടുത്തു നിർത്തുന്നേരം, അത്ര നേരം പറഞ്ഞു പറയുന്നെങ്കിലും ഇവർ പെട്ടെന്നങ്ങ് വേഷം മാറിയില്ലയോ, രാഷ്ട്രീയായില്ലയോ, ഘോരദംശകളെല്ലാം വന്നില്ലേ, ആകാരമൊക്കെ അത്രമാത്രം ആകൃതിയൊക്കെ വലിപ്പമായില്ലേ. അങ്ങനെ ചെന്ന് സീതയുടെ ചെന്നങ്ങ് നിന്നിട്ട് തുടങ്ങുക, വിറച്ചും കൊണ്ട് പറയുവാണ്. കമ്പം ഉൾക്കൊണ്ട് സീതാദേവിയോട് അടുത്ത് ചെന്നു സംഭ്രമത്തോട് രാമൻ തടുത്തു നിർത്തുന്ന നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു. അത് കണ്ടപ്പോൾ ലക്ഷ്മണന് ശ്രദ്ധ കാണും. ലക്ഷ്മണൻ ഓടി ചാടി വന്നു. വാളുറ ഊരി കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ട് ലോകമൊക്കെ മാറ്റിലി കൊണ്ടു. നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി 4-5 വഴി വരും അരുവിയാറ് പോലെ, അവിടെ രക്തമല്ല, അവിടെ അരുവിയാറ് പോലെ ആയി. നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി രക്തം 4-5 വഴി വരും അരുവിയാറ് പോലെ, എന്നുവെച്ചാൽ മൂക്കും എല്ലാം കണ്ടിച്ചില്ലേ. ചോരയും ഒലിപ്പിച്ചു കാളരാത്രിയെ പോലെ ഘോരയാ നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോളെന്ന് ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ. അപ്പോൾ ഭഗവാൻ പറയുന്നു, ഇപ്പം രാവണൻ ഇത് വഴക്കിന് വരും, യുദ്ധത്തിന് വരും. കാരണം അവരുടെ സർവാംഗം നശിപ്പിച്ചില്ലേ, ചെത്തിക്കളഞ്ഞില്ലേ. ഖരവധം, അവൾക്കുള്ള സഹോദരനാ വരുന്നത്. അപ്പോൾ അവനെ വധിക്കുന്ന ഖരവധം. രാക്ഷസ പ്രവരനായിടുന്ന ഖരൻ മുമ്പിൽ പക്ഷം അറ്റവനിയിൽ പർവ്വതം വീണ പോലെ, അവൻ്റെ മുമ്പിൽ ചെന്ന് ഇവള് വീണ് പർവ്വതം വീഴുന്ന പോലെ രോദനം ചെയ്ത് മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാൻ ആശു ഖരൻ. ഇങ്ങനെ വന്ന് വീഴുന്നു. ഇതൊക്കെ നോക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തോ തക്കതായ പരിപാടി ഉണ്ടെന്ന്. മൃത്യുതൻ വക്രത്തിങ്കിൽ സത്വരം പ്രവേശിച്ചത് അത്ര ചൊല്ല ആരെന്ന് എന്നോട് എത്രയും വിരയെ നീ വഴിയെ പറയൂ, ആരാ ഇങ്ങനെ ചെയ്തത്? വീർത്തേറ്റം വിറച്ച് അലറി സകൽഗതം ആർത്തി കൊണ്ട് ഓർത്ത് ഭീത്യ ചൊല്ലിനാൾ അവളപ്പോൾ. മർത്യന്മാർ ദശരഥപുത്രന്മാർ 20 ഉത്തമ ഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ. രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമം ഒരു കാമിനിയുണ്ട് കൂടെ, സീത എന്നവൾക്കു പേർ. അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാം അവരജൻ, അഗ്രജൻ അതായത് ജ്യേഷ്ഠന്റെ രാമന്റെ നിയോഗപ്രകാരം ഉഗ്രനായ ഈ അരജൻ അനുജൻ ഖഡ്ഗേന ഛേദിച്ചിതു മൽക്കുശാദികളെല്ലാം, എൻ്റെ ഈ അംഗങ്ങളെല്ലാം മാറും മൂക്കും കാതുമൊക്കെ ഇങ്ങനെ ചെയ്തു. ശ്രീരാമന്റെ നിയോഗപ്രകാരം ലക്ഷ്മണൻ ഇങ്ങനെ ചെയ്തു. ശൂരനായിട്ട് നീ ഇന്ന് അവരെ കൊല ചെയ്ത് ചോര നൽകുക, ദാഹം തീരുമാർ എനിക്കിപ്പോൾ, എൻ്റെ ദാഹം തീർക്കോളം നീ എനിക്ക് അവരെ കൊന്നിട്ട് തരൂ. രക്തം പച്ച മാംസവും തിന്നു രക്തവും പാനം ചെയ്ത് ഇച്ഛ വന്നിടും മമ നിശ്ചയം അറിഞ്ഞാലും, അപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹം അതിൽ കൂടെ നിറവേറ്റാം എന്നിവ കേട്ടു ഖരൻ കോപത്തോട് ഉര ചെയ്താൻ. ദുർനയം ഏറെയുള്ള മാനുഷ അധമന്മാരെ കൊന്നുമൽ ഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നതിന് ആശു 14 പേർ പോകാൻ. നിങ്ങൾ അവൻ്റെ അവിടെയുള്ള സൈന്യങ്ങളിൽ നിന്ന് 14 പേര് പോവുക. ഇവർക്ക് ഈ ഭഗിനിക്ക് രക്തവും പച്ചമാംസവും കൊടുക്കണം. നീ കൂടെ ചെന്ന് കാട്ടിക്കൊടുത്തിടുന്നാൽ ഇവരാഘോതം വരുത്തിയിടും നിനക്ക് മടിയാതെ എന്നവളോട് പറഞ്ഞയച്ചാൻ ഖരൻ ഏറ്റവും ഉന്നതന്മാരാം 14 രാക്ഷസൻ
രാക്ഷസരെയും ശൂലം ഉൽഗര മുസലാദി ചാവേഷു പിണ്ടി പാലാദി പലവിധ ആയുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചുദ്ധതന്മാരായി ചെന്ന് യുദ്ധസന്നദ്ധന്മാരായി അടുത്താർ. അത് നേരം ബദ്ധവൈരേണ 14 വരും ഒരുമിച്ച് ശസ്ത്രൗഘം പ്രയോഗിച്ചാർ. ചുറ്റും നിന്നൊരിക്കലേ മിത്ര ഗോത്രോദ്ഭൂതന ഉത്തമോത്തമൻ രാമൻ ശത്രുക്കൾ അയച്ചോരു ശസ്ത്രൗഘം വരുന്നേരം പ്രത്യേകം ഓരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യർത്ഥി ജനത്തെയും വധിച്ചാൻ ഓരോന്നിനാൽ. ശൂർപ്പണഖ അത് കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി ഖരൻ മുമ്പിൽ വീണലറിനാൾ. 14 പേരെയും കൊന്നൊടുക്കിയപ്പോൾ ഖരന്റെ മുമ്പിൽ വീണും ചെന്നവൾ അലറി. എങ്ങ് പോയി കളഞ്ഞതു നിന്നോടുകൂടെ പറഞ്ഞിങ്ങ് നിന്ന് അയച്ചവർ 14 പേര് ചൊല്ലു നീ പറഞ്ഞയച്ച 14 എന്തിയേ അത് നീ പറയൂ. അങ്ങു ചെന്നേറ്റ നേരം അത് രാമനോട് ഏറ്റപ്പോൾ രാമസായകങ്ങൾ കൊണ്ട് ഇങ്ങനെ വരാതെ വണ്ണം പോയാർ തെക്കോട്ടവർ. അവര് ഭഗവാന്റെ സായകം അമ്പ് ഏറ്റ് അവരിനി തിരിച്ചു വരാതെ തെക്കോട്ടെടുത്ത് തെക്കോട്ട് പോയത് മരിച്ചുപോയി. ചിലരെ തെക്കോട്ട് കെട്ടിടക്കെന്ന് പറയത്തില്ല, അതുപോലെ പോയ തെക്കോട്ടവർ എന്ന് ശൂർപ്പണഖയും ചൊല്ലിനാൾ. അത് കേട്ടു വന്ന കോപത്താൽ ഖരൻ ചൊല്ലിനാൻ അത് നേരം. പോരിക നിശാചരർ 14,000 പോരിന് ദൂഷണനും അനുജൻ ത്രിശിരസും. 3 ശിരസുള്ള ത്രിശിരസ്, അത് ഒക്കെ ആങ്ങളെയാ. 14,000 പേര് ഇനിയും വരട്ടെ. 14 പേരല്ലേ ഇപ്പൊ പോയുള്ളു. ഇനി 14,000 പേരും കൂടെ യുദ്ധത്തിന് പറഞ്ഞു വിടുവാണ് ഈ സഹോദരന്മാര്. ഘോരനാ ഖരൻ ഏവം ചെന്നത് കേട്ട നേരം ശൂരനാ ത്രിശിരസും പടയും പുറപ്പെട്ടു. ത്രിശിരസും ഈ ഖരൻ പറഞ്ഞതുപോലെ അങ്ങനെ പുറപ്പെട്ടു 14,000 പേരുമായിട്ട്. വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോടെ യുദ്ധം ചെയ്വതിനുഴറ്റോടെ രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമലക്ഷ്മണനോട് ചൊന്നാൻ. ബ്രഹ്മാണ്ടം നടുങ്ങുമാർ എന്തൊരു ഘോഷമിതു, നമ്മോട് യുദ്ധത്തിന് വരുന്നു രക്ഷോബലം. ശ്രീരാമൻ പറയുന്നു, ഘോരമായിരിപ്പോൾ ഒരു യുദ്ധവും ഉണ്ടാം ഇപ്പോൾ. ധീരതയോടും അത്ര നീ ഒരു കാര്യം വേണം. നീ ഭയങ്കര ഘോരമായ യുദ്ധം വരുന്നു, അതിന് നീ ഒരു കാര്യം ചെയ്യൂ. ലക്ഷ്മണനോട് പറയുന്നു, മൈഥിലി തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ട് ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ. ലക്ഷ്മണ, നീ ഗുഹയിൽ സീതയെ കൊണ്ടാക്കിയിട്ട് നീ കാത്തവിടെ നിൽക്കൂ, ഒരു വിഷമം വരുത്താതെ. ഞാൻ ഒരുത്തനെ പോരൂ ഇവരെ ഒക്കെ കൊല്ലുവാൻ. മാനസേ നിനക്ക് സന്ദേഹം ഉണ്ടായിടല്ല, നിനക്ക് വിഷമം ഉണ്ടാവരുത്. ഞാൻ ഒരുത്തൻ മതി ഇവരോട് പോരാൻ, എന്നുവെച്ചാൽ യുദ്ധത്തിന് ഇവരെല്ലാം കൊല്ലാൻ. മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെ ആണയുമിട്ട് കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം. നീ സീതയെ നീ നന്നാക്കി നോക്കണം, വിഷമിപ്പിക്കരുത് ആണയിട്ട് പറഞ്ഞു. ലക്ഷ്മീ ദേവിയെയും കൊണ്ടങ്ങനെ തന്നെ എന്ന് ലക്ഷ്മണൻ തൊഴുതു പോയി ഗഹുരമകം പൂക്കാൻ. അങ്ങനെ തൊഴുത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് ശ്രീരാമനോട് പറഞ്ഞിട്ട് ഗുഹയ്ക്കകത്തേക്ക് പോയി. ചാപബാണങ്ങളെയും എടുത്തു പരികരം ആഭോഗാനന്ദ ഉറപ്പിച്ച് സന്നദ്ധനായി. പരികരം വെച്ചാൽ അരയും തലയൊക്കെ മുറുക്കി യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം. അങ്ങനെ സന്നദ്ധനായി നിൽക്കുന്ന നേരം ആർത്തു വിളിച്ചു നക്തൻ ചിലരൊക്കെ വന്നൊരുമിച്ച് ശസ്ത്രൗഘം പ്രയോഗിച്ചാർ. വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചിതു. വേഗാൽ പുഷ്കര നേത്രൻ മെയ്മേൽ, ഭഗവാന്റെ മെയ്യിൽ ശരീരത്തിൽ വൃക്ഷങ്ങൾ കൊണ്ട് പാഷാണങ്ങളെ തടിയും കല്ലും എല്ലാം പറക്കി എറിഞ്ഞ് പ്രക്ഷേപിച്ചത്. വേഗാൽ പുഷ്കര നേത്രൻ മെയ്മേൽ എന്ന ശരീരത്തിൽ മെയ്യിൽ. തൽക്ഷണം അവയെല്ലാം ഏതു ഖണ്ഡിച്ചു രാമൻ. രക്ഷോവീരന്മാരെയും സായകാവലി തൂകി, അമ്പുകൾ തൂകി നിഗ്രഹിച്ചതു. നിശിതോ ഉഗ്രബാണങ്ങൾ തന്നാൽ അഗ്രേ വന്നടുത്തൊരു രാക്ഷസ പടയെല്ലാം. ഉഗ്രനാ സേനാപതി ദൂഷൻ അത് നേരം ഉഗ്രസന്നിഭനായ രാമനോടടുത്തിതു. തൂകിനാൻ ബാണഗണം അവറ്റെ ലഘുവരൻ വേഗേന ശരങ്ങളാൽ എൺമണി പ്രായമാക്കി. 4 ബാണങ്ങളെയ്തു തുരങ്കം 4നെയും കാലവേശ്മനി ചേർത്തു സാരഥിയോടും കൂടെ യമപുരിക്കയച്ചു. ചാപവും മുറിച്ചു തൽക്കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്ന് ഭൂമിയിൽ ചാടി വീണാൽ പിൽപ്പാട് ശതഭാരായസ നിർമ്മിതമായ കൽപ്പഴും പരിഘവും ധരിച്ചു വന്നാനവൻ തൽ ബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി. തൽ പരിഹത്താൽ പ്രഹരിച്ചതു സീതാപതി. മസ്തകം പിളർന്നുടൻ ഉറുവിയിൽ വീണു സമവർത്തി പത്തനം പ്രവേശിച്ചതു. ദൂഷണൻ വീണ നേരം വീരനാ ത്രിശിരസും രോഷേണ 3 ശരം കൊണ്ട് രാമനെ എയ്താൻ. 3 ഖണ്ഡിച്ചു രാമൻ 3 ബാണങ്ങൾ എയ്താൻ. 3 എയ്തുടൻ മുറിച്ചിടിനാൻ ത്രിശിരസും. 100 ബാണങ്ങൾ എയ്താൻ അന്നേരം ദാശരഥി 100 ഖണ്ഡിച്ചു പുനരായിരം ബാണം എയ്താൻ.
അവയും മുറിച്ച് അവൻ ആയുധം ബാണമെയ്ത് ആയുധം 1000 സഹസ്രം. അങ്ങനെ 100 കണ്ണിച്ച് പുനർ 1000 ബാണം എയ്താൻ അവയും മുറിച്ചവൻ ആയുധം ബാണം എയ്താൻ അവനീപതി വീരൻ അവയും നുറുക്കിനാൻ. അർത്ഥചന്ദ്രാകാരമായിരിപ്പോരമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ 3 മുറിച്ചു പന്താടിനാൻ. 3 ശിരസുണ്ടല്ലോ, അത് 3 മുറിച്ച് പന്ത് കളിച്ചു. അന്നേരം ഖരൻ ആദിത്യാഭ തേടിയിടും രഥം തന്നിൽ ആമാറ് കരയേറി ഞാണുലിയിട്ടു. വന്നു രാഘവൻ ഞാണലിട്ട് വന്നു രാഘവനോട് ബാണങ്ങൾ തൂക്കിടിനാൻ. ഒന്നിനൊന്നെയ്തു മുറിച്ചിടിനാൻ അവയെല്ലാം. രാമബാണങ്ങൾ കൊണ്ടും കരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി. അത്രമാത്രം വർഷിച്ചപ്പം ഭൂമിയൊന്നും കാണാൻ വയ്യ, ആകാശവും കാണാൻ വയ്യ. നിഷ്ഠുരതരമായ രാഘവ ശരാസനം പൊട്ടിച്ചാൻ. മുഷ്ടിദേശേ ബാണമെയ്ത് ആശുഖരൻ ചട്ടയും നുറുക്കിനാൻ. ദേഹവും ശരങ്ങൾ കൊണ്ട് ഒട്ടൊഴിയാതെ പിളർന്നിടിനാൻ. അതു നേരം താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താർ. ജയിപ്പൂതാക രാമൻ ജയിപ്പൂതാക എന്ന് രാമൻ ജയിക്കുമെന്ന് ജയിപ്പൂതാക രാമൻ ജയിപ്പൂതാക എന്ന് ഭയത്തോട് അമരരും താപസന്മാരും ചൊന്നാർ. തൽക്കാലേ കുംഭോത്ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കൈയിൽ കാണായി വന്നിതത്രയും ചിത്രം ചിത്രം. മുഖ്യ വൈഷ്ണവ ചാപം കൈക്കൊണ്ട് നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ട് കാണായി വന്നു രാമചന്ദ്രനെ. അപ്പോൾ വൈഷ്ണവ ചാപം കയ്യിൽ വന്നു. എങ്ങനെ വന്നു? ചിത്രം രാണം അഗസ്ത്യമുനി കൊടുത്തായിരുന്നു, ചാപമൊക്കെ കൊടുത്തായിട്ട് വിട്ടത്. അത് തൃക്കൈയിൽ കാണാൻ വന്നത് എത്രയും ചിത്രം. മുഖ്യ വൈഷ്ണവ ചാപം കൈക്കൊണ്ട് നിൽക്കുന്ന നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ട് കാണായി വന്നു രാമചന്ദ്രനെ കണ്ടപ്പോൾ. അപ്പോൾ ആ ഭഗവാന്റെ വൈഷ്ണവ തേജസ് മൊത്തവും പ്രകാശിച്ച് ശ്രീരാമനിൽ. അങ്ങനെയാ ഖണ്ഡിച്ചാൻ ഖരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷണാൽ സൂതനെ കൊന്നു തുരകങ്ങളും തേരും പൊടിച്ച ആദിനായകൻ അടുത്തിടാൻ നേരത്തെങ്കിൽ മറ്റൊരു തേരിൽ കരയേറിനാൻ ആശു ഖരൻ തെറ്റെന്ന് പൊടിച്ചിതു രാഘവൻ. അതും അപ്പോൾ പിന്നെയും ഗതയുമായി അടുത്താൻ ആശു ഖരൻ ഭിന്നമാക്കിനാൻ. വിശിഖങ്ങളാൽ അതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്ന അസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ. ഘോരമാ ആഗ്നേയാസ്ത്രമെയ്തതു രഘുവരൻ വാരുണാസ്ത്രേണ തടുത്തിടിനാൻ ഇതശ്രമം. പിന്നെ കൗബേര അസ്ത്രമെയ്ത ഇന്ദ്രാസ്ത്രം. പിന്നെ കൗബേര അസ്ത്രമെയ്ത് ഇന്ദ്രാസ്ത്രം കൊണ്ട് ഇന്ദ്രന്റെ അസ്ത്രം കൊണ്ട് ഇന്ദ്രാസ്ത്രം കിടക്കുന്നത് ഇന്ദ്രാസ്ത്രം കൊണ്ട് മന്നവൻ തടുത്ത് അത് കണ്ട് രാക്ഷസ വീരൻ നൈർതം അസ്ത്രം പ്രയോഗിച്ചതു യാമ്യാസ്ത്രേണ വീരനാൻ രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യം അയച്ചത് ഐന്ദ്രാസ്ത്രം കൊണ്ട് ജഗന്നായകൻ തടുത്ത് അത് കണ്ടു രാക്ഷസ വീരൻ ഗാന്ധർവം അയച്ചത് ഗൗഹ്യമസ്ത്രം കൊണ്ട് ശാന്തമായി അത് കണ്ടു ഖരനും കോപത്തോടെ അസ്ത്രം പ്രയോഗിച്ചത് കണ്ടു രാമൻ ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ട് തടുക്കയാൽ തീഷ്ണമാം ഐഷികാസ്ത്രം എയ്തത് രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു മുമ്പ് 3 അമ്പു തന്നാൽ. വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു 3 അമ്പു തന്നാൽ സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു. തേരും എപ്പേരും പൊടിപ്പെടുത്തു കളഞ്ഞപ്പോൾ യാതു ധാനാധിപതി ശൂലവും കൈക്കൊണ്ട് അതിക്രോധേന രഘുവരനോടടുത്തിടും നേരം ഇന്ദ്രദൈവത അസ്ത്രം അയച്ചോരളവ് ചെന്ന് ഇന്ദ്രാരിതല അറുത്തിടിനാൻ ജഗന്നാഥൻ. വീണിതു ലങ്ക നഗരോ ഉത്തരദ്വാരേ തല തൂണി പുക്കിതു വന്നു ബാണവും അത് നേരം. ദൈവത അസ്ത്രം അയച്ചൊരളവ് ചെന്ന് ഇന്ദ്രാരി തല അർത്തിടിനാൻ ജഗന്നാഥൻ. വീണിതു ലങ്ക നഗര ഉത്തര ദ്വാരേ തല തൂണി പുക്കിതു വന്നു ബാണവും അത് നേരം കണ്ടു രാക്ഷസരെല്ലാവരും ആരുടെ തലയെന്ന് കുണ്ടഭാവേന നിന്നു സംശയം തുടങ്ങിനാൻ. അതായത് ലങ്ക നഗരോ ഉത്തരദ്വാര തല ചെന്ന് അവിടെ വീണ് ഇത് ആരുടെ തലയാ പോയത് കണ്ടെന്ന് എല്ലാവരും സംശയിച്ചു. കുണ്ടഭാവേന കണ്ടു രാക്ഷസരെല്ലാവരും ആ തല ആരുടെയാണെന്ന് വിഷമിച്ച് നിന്ന് സംശയം തുടങ്ങി. ഇത് ആരുടെ തലയാ? ഖരദൂഷണ തൃശ്രാക്കളാം നിശാചര വരരും 14,000 മരിച്ചതു. നാഴിക 3:45 കൊണ്ട് രാഘവൻ തന്നാൽ ഊഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും. മരിച്ച നിശാചരർ 14,000 ഹരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹം. അതു നേരം അത് അവര് പരമശിവന്റെ ഒരു എന്തോ ഒരു അനുഗ്രഹം കൊടുക്കാനായിട്ട് ഇവര് രാക്ഷസരായിട്ട് ജനിച്ചവരാണ്. അവർക്ക്
ഇത് പരമശിവൻ തന്നെ അന്ന് അവർക്ക് അനുഗ്രഹം കൊടുത്ത് അവരെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അത് നമുക്ക് വായിച്ചങ്ങ് പോകാം. അതൊന്ന് അറിഞ്ഞിരിക്കേണ്ടെന്ന് പറഞ്ഞതാ ഈ 4000 പേര് ആരാണെന്ന്. മരിച്ച നിശാചരർ 14,000 ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹം അത് നേരം. ഭഗവാൻ ദിവ്യനല്ലേ ആ ദേഹം. അവർ മരിച്ചപ്പോൾ അവർക്കറിയാം, അവർക്ക് മോക്ഷത്തിലേക്ക് കടക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഭഗവാൻ ശിവൻ തന്നെ വരാം, പരമേശ്വരൻ തന്നെയാണ് ഇവിടെ ശ്രീരാമനായിട്ട് വന്നേക്കുന്നതെന്ന് അവർക്കറിയാം. ജ്ഞാനവും ലഭിച്ചതു രാഘവൻ പക്കൽ നിന്ന്, ഭഗവാന്റെ പക്കൽ നിന്ന് ജ്ഞാനമൊക്കെ അവർക്ക് കിട്ടി. ഈ 14,000 പേർക്ക് മാനസേ പുനരവരേവരും അതു നേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ച് ആമോദം പൂണ്ട് കൂപ്പി സ്തുതിച്ചാർ പലതരം. അവർ സ്തുതിച്ചു ഭഗവാനെ. നമസ്തേ പാദാംബുജം രാമാലോകാഭി. അവർ രാക്ഷസരായിട്ട് ജനിച്ചത് അവിടെ. പക്ഷെ അത് രാവണനൊന്നും അറിയത്തില്ല. ഇങ്ങനെ വന്നെങ്കിലല്ലേ അവർക്ക് മോക്ഷം കിട്ടുള്ളൂ. എല്ലാം ഒന്നിച്ച് എല്ലാം മരിക്കുമ്പം അവർക്ക് സന്തോഷമായിട്ട് നല്ല ജന്മമായിട്ട് വരും. രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ച് ആമോദം പൂണ്ട് കൂപ്പി സ്തുതിച്ചാർ പലതരം. നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ. നമസ്തേ സമസ്ത പാപഹരം സേവക അഭീഷ്ടപ്രദം. സമസ്തേശ്വര ദയാവാരിധേ രഘുപതേ രമിച്ചീടണം ചിത്തം ഭവതി രമാപതേ. ചേരണം, രമിച്ചിരണം, ഭഗവാനിൽ ചേരണം. ആര് പറയുന്നു? ഈ 14,000 പേരും പറയുന്നു ഭഗവാനോട്. നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ. സമസ്ത പാപഹരം സേവക അഭീഷ്ടപ്രദം. സമസ്തേശ്വര ദയാവാരിധേ രഘുപതേ രമിച്ചീടണം ചിത്തം ഭവതി രമാപദേ. തൊൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജന ഉത്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു. അങ്ങനെ അവർക്ക് ഇനി ഉത്ഭവമില്ല. ഉത്ഭവിച്ച ജനനവും മരണവും അവർക്കില്ല. ദുഃഖങ്ങളൊക്കെ അവർക്ക് പോയി. അത് ഉത്ഭവ മരണം, ജനന മരണങ്ങളൊന്നും അവർക്കില്ല. മുൽപ്പാട് മഹേശനെ തപസ് ചെയ്ത് സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം. അതാണ് ഈ പറഞ്ഞത്. മുൽപ്പാട് മഹേശനെ തപസ് ചെയ്ത് സന്തോഷിപ്പിച്ച് ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം. ഭേദവിഭ്രമം തീർത്ത് സംസാര വൃക്ഷ മൂലഛേദന ഗുഢാരമായി ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോട്. അതുമൂലമോർത്ത് അരുൾ ചെയ്തു പരമേശ്വരൻ അതു നേരം. യാമിനീശ്വരന്മാരായി ജനിക്കുക നിങ്ങൾ. ഇന്നത് ഈ രാക്ഷസന്മാർ ജനിക്കുക. യാമിനീശ്വരൻ രാത്രീശ്വരൻ, യാമിനി രാത്രീശ്വരന്മാരെ രാക്ഷസന്മാരായി ജനിക്കുക. നിങ്ങൾ ഇനി രാമനായി അവതരിച്ചിടുവൻ ഞാനും ഭൂമവും. ഞാനിനി രാമനായിട്ട് വരും ഭൂമിയിൽ. രാക്ഷസ ദേഹന്മാരാ നിങ്ങളെ ഛേദിച്ച് അന്ന് മോക്ഷവും തന്നിടുവാനില്ല സംശയമേതും. രാക്ഷസനായിട്ട് ആ ദേഹം ഛേദിച്ച് കളയും, എന്നിട്ട് നിങ്ങൾക്ക് മോക്ഷം തന്നിടും, അതിനൊരു സംശയം വേണ്ട എന്നരുളി ചെയ്തു പരമേശ്വരൻ. അതുമൂലം നിർണയം മഹാദേവനായത് രഘുപതി. അങ്ങനെയാണ് ഭഗവാൻ ശ്രീരാമായിട്ടൂടെ വന്നത്. ഞാനും ഉപദേശം ചെയ്ത് മോക്ഷവും തന്നിടണം ആനന്ദ സ്വരൂപനാം നിന്തിരുവടി നാഥ എന്നവരപേക്ഷിച്ച നേരത്ത് രഘുനാഥൻ മന്ദഹാസവും കൊണ്ട് സാനന്ദം അരുൾ ചെയ്തു. വിഗ്രഹേന്ദ്രിയ മന പ്രാണ അഹങ്കാരാദികൾ ഒക്കെ സാക്ഷിഭൂതനായത് പരമാത്മാ. വിഗ്രഹേന്ദ്രിയ നമ്മുടെ ശരീരമാണ് വിഗ്രഹം. ഇന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയ ജ്ഞാനേന്ദ്രിയ. അത് വിഗ്രഹം ശരീരത്തിലെ ഇന്ദ്രിയ മന പ്രാണ അഹങ്കാരാദികൾ കൊക്കവേ സാക്ഷിഭൂതനായത് ആരാ? ഇതിലുള്ള ആരാ സാക്ഷി? താൻ പരമാത്മാവ് ഈശ്വരൻ. വിഗ്രഹേ ഇന്ദ്രിയ മന പ്രാണ അഹങ്കാരാദികളായിരിക്കുന്ന ഈ ദേഹത്തിലൊക്കവേ എന്തായി സാക്ഷിഭൂതനായത് പരമാത്മാവാണ്. നമ്മുടെ ഓരോ ശരീരത്തിലും ജാഗ്രത സ്വപ്നാഖ്യാദ്യ അവസ്ഥാഭേദങ്ങൾക്കും മീതേ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം. അങ്ങനെ ജാഗ്രത സ്വപ്നാഖ്യാദ്യ അവസ്ഥാഭേദങ്ങൾക്കും മീതേ സാക്ഷിയായ പരബ്രഹ്മം സച്ചിദാനന്ദമേകം. ബാല്യ കൗമാരാദികളാഗമാപായികളാം കാലാദി ഭേദങ്ങൾക്ക് സാക്ഷിയായി മീതേ നിൽക്കും. വരികയും പോവുകയും ചെയ്യുന്ന, അതായത് കാലങ്ങൾ കൗമാരവും ഇതൊക്കെ വന്നും പോയി നിൽക്കുന്നതല്ലേ നമ്മുടെ ദേഹത്തിൽ നിന്ന്. അതെല്ലാം കാലാദി ഭേദങ്ങൾക്കെല്ലാം ഇങ്ങനെയുള്ള ഈ ഭേദങ്ങൾക്ക് സാക്ഷിയായാണ് നിൽക്കുന്നത് മീതെ. ഇതെല്ലാം മീതെയാണ് നിൽക്കുന്നത്. നമ്മുടെ ശരീരം ജനിക്കും, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം, ഇങ്ങനെയൊക്കെയുള്ള കാലത്തനുസരിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള കാലാദി ഭേദങ്ങൾക്ക് സാക്ഷിയായി നിൽക്കും മീതെ. പരമാത്മാവ് നമ്മുടെ ഉള്ളിലും അകവും പുറവും എല്ലാം നിറഞ്ഞിരിക്കുന്ന പരമാത്മാവ് മീതെ നിൽക്കും. പരമാത്മാവ് പരബ്രഹ്മ ആനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും. അങ്ങനെ സാക്ഷിഭൂതനായ പരമാത്മാവിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? കൈവല്യം ഉണ്ടാവും.
ഈ വണ്ണം ഉപദേശം ചെയ്ത് മോക്ഷവും നൽകി ദേവദേവേശൻ ജഗൽക്കാരണൻ ദാശരഥി രാഘവൻ 3.25 നാഴിക കൊണ്ട് കൊന്നാൻ. വേഗന 14 സഹസ്രം ലക്ഷോബലം സൗമിത്രി സീതാദേവി തന്നോടും കൂടി വന്നു രാമചന്ദ്രനെ വീണ് നമസ്കാരവും ചെയ്താൻ. ശാസ്ത്രൗക നികർത്തമാം ഭർത്തൃ വിഗ്രഹം കണ്ടു. ഭർത്താവിന്റെ ദേഹം കണ്ടു. ദേഹം ഈ വിഗ്രഹാരാധന പാടില്ല എന്നൊക്കെ ഇത് ബൈബിളിൽ പറയും. പക്ഷെ എന്താ, നമ്മുടെ ദേഹം ഇങ്ങനെയുള്ള ഈ ലൗകികമായ ആരാധന പാടില്ല. അതിൽ ജ്ഞാനമില്ല, അറിവില്ല. അതിന് അറിവില്ലാത്തവർ പറയുന്നതോ നമ്മളൊക്കെ വിഗ്രഹത്തെ വെച്ച് പൂജിക്കുന്നത് പാടില്ലെന്നാണ് അവർ ധരിച്ചു വെച്ചേക്കുന്നത്. പക്ഷേ കർത്താവ് യേശുദമ്പുരാൻ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ ദേഹമാണ് വിഗ്രഹം, അതിനെ ആരാധിച്ചൂടാ. ഈ ജ്ഞാനെന്നും പറഞ്ഞ് നമ്മളെ കെട്ടിപ്പിടിച്ചിരുന്നാൽ എന്തുവരും? ഈ ജ്ഞാനം ഉണ്ടാകത്തില്ല. ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ നമ്മൾ അറിയണം, അതാ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ദേഹത്തെ ഒഴിച്ചു കളയണം, ചിന്തിക്കാൻ പാടില്ല. എന്തോ വരട്ടെ, എങ്ങനെയോ നടക്കട്ടെ, എന്ത് കഴിച്ചാലെന്തോ, എന്ത് പോയാലെന്തോ, എന്ത് വന്നാലെന്തുവാ, ഈ ലോക ചിന്തമായിട്ടുള്ള പാടില്ല. സ്വർണം, വിഗ്രഹം, ദേഹം, സ്വർണം, ധനം ഇതൊന്നും ആരാധിച്ചൂടാ, സ്നേഹിച്ചൂടാ. അതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു വാക്ക്. അറിവില്ലാത്ത അജ്ഞാനികളല്ല, ഞാൻ പറഞ്ഞത് പലരും കേട്ടു എന്നെ അടിച്ചു കൊല്ലും. പക്ഷേ അറിവില്ലാത്തതുകൊണ്ടാണ് അത് നമ്മളൊക്കെ ഹിന്ദുക്കൾ വിഗ്രഹത്തിനെ ആരാധിക്കുന്നത് പറയുന്നത്. എന്നാൽ പിന്നെ യേശുദമ്പുരാൻ എന്തിനാ കുരിശിനെ വെച്ച് മറ്റുള്ളത് എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? വിഗ്രഹം ദേഹമാണ്. നമ്മുടെ ദേഹത്തെ ഓർത്ത് വേണ്ട, നമ്മൾ ആരെ സ്നേഹിക്കണം? പരമാത്മാവിനെ സ്നേഹിക്കണം. അതുകൊണ്ട് ശസ്ത്രൗഖ നികർത്തമാം ഭർത്തൃവിഗ്രഹം കണ്ട് ഭഗവാന്റെ ദേഹം കണ്ടപ്പോൾ സീതാദേവിക്ക് വിഷമമായി. കാരണം അമ്പുമില്ലൊക്കെ വന്ന് കൊണ്ട് പാറയിട്ടെറിഞ്ഞ തടി കൊണ്ടെറിഞ്ഞൊക്കെ മുറിവുണ്ട്. അങ്ങനെ മുക്ത ബാഷ്പോദം വിദേഹാത്മജ മന്ദം അങ്ങനെ സീതാദേവി മന്ദം തൃക്കൈകൾ കൊണ്ട് തലോടി പൊറുപ്പിച്ചിടിന ഉളക്കവേ പൊണ്ണ് അതിന് വടുവും മാച്ച് എന്നുവെച്ചാൽ ഇവിടെയൊക്കെ മുതങ്ങ അതിങ്ങനെ തേച്ച് മുറിവൊക്കെ മാറ്റി വടുവ് ആകെ നന്നാക്കി. ശരീരം നല്ല ശരീരമല്ലേ, അതൊക്കെ അങ്ങോട്ടിട്ടൊക്കെ അലമ്പുലമ്പായിട്ട് പോയില്ലേ. എത്രമാത്രം യുദ്ധം ചെയ്ത് എത്ര പേരെയാണ് കൊന്നൊടുക്കിയത്. അപ്പോൾ അതിന് വേണ്ടുന്ന ദണ്ണ ശരീരത്തിനുണ്ടല്ലോ, അവരെ എറിഞ്ഞ് കൊള്ളാതിരിക്കത്തില്ലല്ലോ കുറേയൊക്കെ. അപ്പോൾ ഒക്കവേ പുണ്ണും അതിന് വടുവും എന്നുവെച്ചാൽ പിറപിറായിരിക്കുന്ന പുണ്ണും വടുവും മാച്ചിടിനാൾ ആരാ? സീതാദേവി. രക്ഷോവീരന്മാർ വീണ് കിടക്കുന്ന അത് കണ്ട് ലക്ഷ്മണൻ നിജ ഹൃദയ വിസ്മയം തേടിയിടിനാൻ. ഇത്രയും ജനങ്ങൾ കിടന്നപ്പോൾ അത് കണ്ട് വിസ്മയമായി ലക്ഷ്മണൻ ഗുഹയിൽ സീതയെ നോക്കി അങ്ങനെ ഇരിക്കുകയല്ലായിരുന്നു. രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോൾ എന്ന് ദേവദേവൻ അരുൾ ചെയ്തിരുന്നരുളിനാൻ. ഇനിയിപ്പോൾ രാവണന്റെ വരവുണ്ട്. പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ ചെന്ന് നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം. അതായത് പറഞ്ഞു വിട്ട മുനിവരന്മാരൊക്കെ അവിടെയൊക്കെ ഉണ്ടല്ലോ, അവരോട് ഇത് പറയണം. യുദ്ധം ചെയ്തതും ഖരദൂഷണ തൃശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 താപസന്മാരോട് അറിയിച്ചു നീ വരികെന്ന്. അതായത് ഈ 14,000 പേര് ആരാ? അവരെല്ലാം ഭഗവാൻ വിട്ട് ജനിച്ചു വന്നവരല്ലേ രാക്ഷസന്മാർ. അവരെല്ലാം എവിടെ വിട്ടു? താപസന്മാരെ അറിയിക്കണം ഇങ്ങനെയൊക്കെ യുദ്ധം ചെയ്ത് ഖരദൂഷണ തൃശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചെന്ന്. അവരൊക്കെ സിദ്ധി അവർ കിട്ടി. ഇതൊക്കെ ചെന്ന് മുനിമാരോട് പറയണം, താപസന്മാരോട് അറിയിച്ച് നീ വരികെന്ന് പാപനാശൻ അരുൾ ചെയ്ത അയച്ചോരു ശേഷം ശ്രീരാമൻ അങ്ങനെ ലക്ഷ്മണനെ പറഞ്ഞയച്ച ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചൊന്നാൻ അമിത്രാന്തകൻ, അതായത് ശത്രുക്കളുടെ കാലൻ. അപ്പം അമിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താലിനി കാലം വൈകാതെ ഒടുങ്ങിയിടും അമർത്യ വൈരികളെന്ന് ഉറച്ചു മുനിജനം. അപ്പോൾ അവരെല്ലാം അമർത്യന്മാരായിരുന്നു. അവർ അമർത്യ വൈരികളായി വന്ന് അവരെല്ലാം അവരെല്ലാം സിദ്ധിയെ പ്രാപിച്ച് പോയി. ഇതൊക്കെ ചെന്ന് പറഞ്ഞു. പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ പലലാശികൾ മായ തട്ടായവാൻ. 3 പേർക്ക്, അതായത് ഈ ഇനിയുണ്ടല്ലോ യുദ്ധം ഭയങ്കര. അപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും സീതയ്ക്കും എന്ത് കൊടുത്തു? പലലാശികൾ മായ. ഈ രാക്ഷസരുടെ മായ അത് തട്ടായ്വാൻ. അവർ മായ പ്രയോഗിച്ചാൽ ഇവർക്ക് കാണാൻ പറ്റത്തില്ല, ഇവരെവിടെയൊക്കെ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഏൽക്കാതിരിക്കാൻ 3 പേർക്ക് അങ്കുലീയവും ചൂടാരത്വവും കവചവും അങ്കേ ചേർത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാർ ഈ താപസന്മാർ. ലക്ഷ്മണൻ അവ 3 കൊണ്ടുവന്ന അശുരാമൻ തൃക്കാൽ കൃപച്ചു തൊഴുതിടിനാൻ ഭക്തിയോടെ. ഒത്തിരി സമയം പോയി. അങ്കുലീയകം എടുത്ത് അംബുജവിലോചനൻ അങ്കുലി തന്മേലിട്ടു ചൂടാരത്വവും പിന്നെ മൈഥിലി തനിക്ക് നൽകിയിടിനാൻ. ചൂടാരത്വം കൊടുത്ത് ദേവിക്ക് കൊടുത്ത് കവചവും ഭ്രാതാവ് തനിക്കണിഞ്ഞ് ഇടുവാൻ അരുളിനാൻ. പിന്നെ കവചം ലക്ഷ്മണനും ഇട്ടു കൊടുക്കാൻ. അങ്ങനെ ഭ്രാതാവ് സഹോദരൻ തനിക്ക് അണിഞ്ഞിടുവാൻ അരുളിനാൻ.
അങ്കുലീയകം എടുത്ത അംബുജ വിലോചനൻ അങ്കുലി തന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്ക് നൽകിടിനാൻ കവചവും ഭ്രാതാവ് തനിക്ക് അണിഞ്ഞിടുവാൻ അരുളിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നല്ലൊരു ഭാഗമൊക്കെ ഇതൊക്കെ കേൾക്കാനും പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ പതുക്കെ വായിക്കണം. അപ്പോൾ എന്ത് സമയം പോകുന്ന എല്ലാവർക്കും നിർത്തട്ടെ മക്കളെ. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.